السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. الذين آمنوا وتطمئن قلوبهم بذكر الله، الذين آمنوا وتطمئن قلوبهم بذكر الله، ألا بذكر الله تطمئن القلوب. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا، وأنزلا سكينة علينا وثبت الأقدام إن لاقينا. സ്റ്റേജിലും സദസ്സിലും ഉപവിഷ്ടരായ ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, പ്രിയങ്കരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, ഒരുപക്ഷെ ഈ ശബ്ദത്തിൻ്റെ പരിസരങ്ങളിൽ നിന്ന് ഇത് ശ്രവിക്കുന്ന നല്ലവരായ ദീനീ സ്നേഹികളെ, പ്രിയങ്കരായ നാട്ടുകാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടലിനെ ഒരു സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ടാകാം, അള്ളാഹുർക്ക് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ മാനസിക, ശാരീരിക, സാമ്പത്തിക വിഷമതകളൊന്നും അള്ളാഹു തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സാധാരണ നമ്മൾ കേൾക്കാറുള്ള, ചിലരൊക്കെ പറയാറുള്ള ഒരു വാക്കാണ് ഒരു സമാധാനവുമില്ല. ഒരു സമാധാനവുമില്ല എന്ന് പലരും പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളും പറയാറുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എല്ലായിടത്തും പലപ്പോഴും ഒരു ഉൾവലിയലുകൾ നടക്കുന്നുണ്ട്. വിശാലതയുണ്ടെങ്കിലും ഒരു ഇടുക്കം, ഒരു വല്ലാത്ത കുടുസ് ജീവിതത്തിൽ അനുഭവപ്പെടുന്നു. ഒരു അസ്വസ്ഥത. ആരും നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തും ആകാവുന്ന ഒരു സാഹചര്യം, കടുത്ത മാനസിക സംഘർഷങ്ങളുടെ ലോകത്തേക്ക് ആളുകൾ കൂപ്പുകുത്താണ്. അല്ലാഹുൽ മുസ്തആൻ. സമ്പത്തുണ്ടെങ്കിലും ഉറക്കല്ല, സൗകര്യങ്ങളുണ്ടെങ്കിലും സന്തോഷമില്ല. ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോഴും മനുഷ്യൻ ഏകാന്തനാണ്. എന്തുകൊണ്ടായിരിക്കാം പ്രിയമുള്ളവരെ? സമാധാനക്കേടിന്റെ വലിയൊരു ലോകം നമുക്ക് ചുറ്റും. എന്തുണ്ട് പരിഹാരം? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്നാൽ നാം കാണുന്ന പ്രപഞ്ചത്തിന്റെ ക്രമം അത് സമാധാനപരമായി നിലനിൽക്കുന്നു, കൃത്യതയോടെ, സൂക്ഷ്മതയോടെ. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഉപരിയിലേക്ക് കാരണഭാവം അതെല്ലാം കണിശമായും പാലിക്കുന്നൊരു നിയമമുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ സൂര്യനെ മാത്രം എടുത്താൽ മതി. എത്ര കൃത്യതയാണ്, എത്ര വ്യക്തതയാണ്. ഹദീത്തുകളിൽ അത് വിശാലായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നുണ്ട്. എല്ലാം
ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിചരാചരങ്ങളെല്ലാം അള്ളാഹുവിന് റഹ്മാനായ റബ്ബിന് കീഴൊതുങ്ങി ജീവിക്കുന്നു. അതിനാൽ അള്ളാഹുവിന്റെ വ്യവസ്ഥിതിയിലേക്ക് അവൻ നിയമമാക്കിയതിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ് സമാധാനത്തിനുള്ള ഏക പരിഹാരം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പറയുന്നെന്തറിയോ? മിക്ക മനുഷ്യരും അശ്രദ്ധയിലാണെന്നാണ് അള്ളാഹു പറയാൻ. മിക്ക മനുഷ്യരും അശ്രദ്ധയിലാണ്. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون. നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരും ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുകയും അതിൽ സമാധാനമടയുകയും ചെയ്തവരുമാരോ, നമ്മുടെ തെളിവുകളെ പറ്റി അശ്രദ്ധരായി കഴിയുന്നവരുമാരോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 10-ാമത്തെ അധ്യായം സൂറത്ത് യൂനുസിന്റെ 7-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, അല്ലാഹു പറയാണ് നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരെന്ന് പറഞ്ഞാൽ അല്ലാമ ഇമാം ദഅവി റഹ്മത്തുള്ളാഹി പറയാണ്, അതായത് ലാ യഖാഫൂന ഇഖാബനാ വലാ യർജൂന സവാബനാ, നമ്മുടെ ശിക്ഷയെ ഭയപ്പെടാത്തവരും നമ്മുടെ പ്രതിഫലം പ്രതീക്ഷിക്കാത്തവരുമാണവർ. എന്നിട്ടോ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ, അവർ ദുനിയാവിലെ തൃപ്തിപ്പെട്ടു, ഈ ദുനിയാവിനെയാണ് അവർ തൃപ്തിപ്പെട്ടു പോയതെന്ന് പറഞ്ഞാൽ ഫഖ്താറൂഹാ വഅമിലൂ ലഹാ. അള്ളാഹുവിന്റെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇമാമുകൾ പറയാണ് ഫഖ്താറൂഹാ വഅമിലൂ ബിഹാ, അതായത് അവർ ദുനിയാവിനെ തന്നെ തെരഞ്ഞെടുത്തു, അതിനു വേണ്ടി മാത്രം പ്രവർത്തിച്ചു പോയി. വതുമഅന്നു ബിഹാ, ഈ ദുനിയാവിൽ അവർ സമാധാനമടഞ്ഞു എന്ന് പറഞ്ഞാൽ സക്കനൂ ഇലൈഹാ, അതവർക്ക് ആശ്രയവും ആശ്വാസവുമായി തീർന്നു. ഈ ദുനിയാവർക്ക് ആശ്രയവും ആശ്വാസവുമായി തീർന്നു. ദുനിയാവ് ദുനിയാവ് ദുനിയാവ്. അവസാനം പറഞ്ഞ വക്കെന്തറിയോ? വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. അല്ലാഹു പറയാണ് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പറ്റി അശ്രദ്ധരായി കഴിയുന്നവരുമാരോ. അങ്ങനെ പറഞ്ഞാൽ അൻ അദില്ലത്തിനാ ഗാഫിലൂന ലാ യഅ്തബിറൂൻ, നമ്മുടെ തെളിവുകളെ കുറിച്ച് അവർ അശ്രദ്ധരാണ്, അവയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ല. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ ഹബ്റുൽ ഉമ്മ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവിടുന്ന് പറയാണ് അൻ ആയാതിനാ ഗാഫിലൂൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തെളിവുകളെ കുറിച്ച് അവർ അശ്രദ്ധരാണ് എന്ന് പറഞ്ഞാൽ അൻ ആയാതിന അൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖുർആനി ഗാഫിലൂന മുഅ്രിദൂൻ. നമ്മുടെ ആയത്തുകളെ കുറിച്ച് എന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ്. വൽ ഖുർആനി ഗാഫിലൂന മുഅ്രിദൂൻ, ഖുർആനിനെയും കുറിച്ചാണ്. കാരണം അവർ അവയെ അവഗണിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ അശ്രദ്ധ, ഈ ദുനിയാവിനോടുള്ള അടങ്ങാത്ത ഹബ്ബ്, ഇത് മതി, ദുനിയാവ് മതി, താൽക്കാലികമായ ജീവിതം മതി എന്ന ഈ ഒരു അശ്രദ്ധ, ഇതാണ് മാനവരാശി നേരിടുന്ന അടിസ്ഥാനപരമായ സമാധാനക്കേടിന്റെ അസ്തിത്വ പ്രതിസന്ധി. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. മനസ്സിലാവുണ്ടാവും വിചാരിക്കുകയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളെ ഭാഷ നമ്മൾ പരമാവധി ലളിതാക്കിയിട്ടാ പറഞ്ഞു. നമുക്ക് വേണ്ടാത്ത കസേരൊക്കെ മുന്നിൽ പുറകെ കിട്ടല്, കാരണം മുമ്പിലിരിക്കാനൊക്കെ ആൾക്കാർക്ക് മടിയുണ്ടാകുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അശ്രദ്ധ വിശിഷ്യ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുക, അത് വലിയൊരു അപകടം. ജീവിതത്തിൽ ഒരു മനുഷ്യന് ഏറ്റവും ഉണ്ടാകേണ്ട ഒരു ചിന്ത, എനിക്കെന്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടതുണ്ട് എന്നാണ് വിശിഷ്യ മുഅ്മിനീങ്ങൾക്ക്. കാരണം എന്താ അറിയോ? അല്ലാഹുവിനെ അറിയുന്നതിലൂടെയാണ് സമാധാനം. മഅരിഫത്തുല്ലാഹി ജല്ല വഅല, അള്ളാഹുവിനെ അറിയുന്നിടത്താണ് സമാധാനം. മനുഷ്യന്റെ എല്ലാ അസ്വസ്ഥതയുടെയും അടിസ്ഥാന കാരണം അള്ളാഹുവിനെ മറക്കുന്നു എന്നതാണ്.
ജീവിതത്തിൽ അള്ളാഹുവിന് സ്വീകാര്യത കുറഞ്ഞു വരുന്നു എന്നതുമാണ്. കല്യാണത്തിന്റെ വീടുകളിൽ മറന്നുപോകുന്നത് അള്ളാഹുവിനെയാണ്. വിരുന്ന് സൽക്കാരങ്ങളിൽ മറന്നുപോകുന്നത് അള്ളാഹുവിനെയാണ്. സാമ്പത്തിക മേഖലകളിൽ വിസ്മരിക്കുന്നത് അള്ളാഹുവിനെയാണ്. ഇണതുണകളായി ജീവിക്കുന്നിടത്ത് പോലും മാറ്റിവെക്കുന്നത് അള്ളാഹുവിനെയാണ്. എന്തിന് മരണത്തിന്റെ വീട്ടിൽ പോലും, മരിച്ചിടത്ത് പോലും മറന്നുപോകുന്നത് അള്ളാഹുവിനെയാണ്. ഈ ഒരു അശ്രദ്ധ, പ്രിയമുള്ളവരെ, ശരിക്ക് ജീവിതം എന്ന് പറഞ്ഞ എന്തറിയോ? ഞാൻ വളരെ ലളിതമായിട്ട് പറയട്ടെ. ശരിക്കും ജീവിതം എന്ന് പറഞ്ഞാൽ എന്തറിയോ? അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ജീവിതം. ലോകത്തെ ഏറ്റവും വൃത്തികെട്ടവർ, ലോകത്തെ ഏറ്റവും വൃത്തിഹീനർ, അവർ വിശ്വാസഹീനരായ മനുഷ്യരാണ്. ഈമാനില്ലാത്തവരാണ്, തൗഹീദില്ലാത്തവരാണ്, തൗഹീദിനെ അനുധാവനം ചെയ്യാത്തവരാണ്. അല്ലാഹുൽ മുസ്തആൻ. 20-ാമത്തെ അധ്യായം സൂറത്ത് ത്വാഹ 124-ാമത്തെ ആയത്ത്. 20:124. അല്ലാഹ് പറഞ്ഞ വാക്കെന്തറിയോ? ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. എൻ്റെ ഉത്ബോധനത്തെ വിട്ട്, ദിക്റിനെ വിട്ട് ആരെങ്കിലും തിരിഞ്ഞു കളയുന്ന പക്ഷം തീർച്ചയായും അവന് ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടായിരിക്കുക. ഖിയാമത്തിന്റെ നാളിൽ അവന് നാം അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നതുമാണ്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് കാണാം, വമൻ അഗറദ അൻ ദിക്രി, എന്റെ ദിക്റിനെ, ഉത്ബോധനത്തെ വിട്ട് ആര് പിന്തിരിഞ്ഞു കളഞ്ഞു, അതായത് കിതാബിയല്ലദീ യതദക്കറു ബിഹി ജമീഅൽ മതാലിബിൽ ആലിയ വഅൻ യത്റുകഹു അലാ വജ്ഹിൽ ഇഅറാദി അൻഹു ഔ മാ ഹുവ അഅ്ളമു മിൻ ദാലിക ബിഅൻ യകൂന അലാ വജ്ഹിൽ ഇൻകാരി ലഹു വൽ കുഫ്രി ബിഹി. ഉയർന്ന എല്ലാ ലക്ഷ്യങ്ങളും ഓർമ്മിപ്പിക്കുന്ന എന്റെ ഗ്രന്ഥം, വിശുദ്ധ ഖുർആനിനെ അവഗണിക്കുന്നവർ, ആ ഖുർആനിനെ മനഃപൂർവ്വം വിട്ടുമാറി തിരസ്കരിക്കുന്നവർ, അതിലുപരി ഗുരുതരമായി അതിനെ നിഷേധിക്കുകയും അതിൽ അവിശ്വാസം കാണിക്കുകയും ചെയ്യുന്നവർ, അവർക്ക് ഒരു ഇടുങ്ങിയ ജീവിതം ഉണ്ടാവും. എന്നാണ് പ്രമുഖരായ മുഫസ്സിറുകളൊക്കെ വിശദീകരിച്ചു. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി അടക്കം. ഐശൻ ലയ്യിഖൻ, ഒരു ഇറുകി പിടിച്ചൊരു ജീവിതം. എല്ലാം ഉണ്ടാകും, പക്ഷെ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞാൽ എന്തറിയോ? فإن جزاءه أن نجعل معيشته ضيقة مشقة അല്ലെങ്കിൽ مشقة ولا يكون ذلك إلا عذابا. അതിന്റെ ശിക്ഷയായി അവന്റെ ജീവിതം അത്യന്തം ഇടുങ്ങിയതും കഷ്ടത നിറഞ്ഞതുമാകും. അത് ശിക്ഷയല്ലാതെ മറ്റൊന്നുമല്ല. ജീവിതത്തിൽ ഒരു ഞെരുക്കുണ്ടാവുന്നുണ്ട്, ഒരു വിശാലത ഉണ്ടാവില്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തതുപോലെ ഒറ്റയ്ക്ക് ഇരുന്നാൽ കരയണം തോന്നും. എന്നാ കരയാൻ പോലും ഒരു സമാധാനം ഉണ്ടാവും, കരയാൻ പോലും സമാധാനം ഉണ്ടാവില്ല. കരഞ്ഞ ആൾക്കാരെന്താ വിചാരിക്കുക? അപ്പൊ കരയാനും കഴിയില്ല. പൊതുവെ മനുഷ്യന്മാരുടെ അവസ്ഥയാണ് ഇപ്പോൾ. ഇത് ഏറ്റവും അധികം ഫീൽ ചെയ്യുന്ന പലപ്പോഴും സ്ത്രീകൾക്കാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, മക്കളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, പ്രാരാബ്ദങ്ങൾ, പ്രയാസങ്ങൾ, വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്ത പ്രശ്നങ്ങളൊക്കെ മുന്നിൽ വരുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ പിടുത്തം വിട്ടു പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വർണ്ണക്കൂട്ടിലിരിക്കുന്ന പക്ഷിക്കും ആ സ്വർണ്ണക്കൂട് തടവറ തന്നെയാണ്. സ്വർണത്തിന്റെ കൂട്ടിലാണ് ഒരു പക്ഷിയെ അടച്ചു വെച്ചിട്ടുള്ളതെങ്കിലും അത് കൂട് മുഴുവനും സ്വർണത്താൽ ഉണ്ടാക്കിയതാണെങ്കിലും അത് ആ പക്ഷിയെ സംബന്ധിച്ചിടത്തോളം ജയിലാണ്. ഏത് സ്വർണത്തിന്റെ അകത്ത് കൂട്ടിലിരുന്നിട്ടും കാര്യമില്ല. പക്ഷിയെ സംബന്ധിച്ചിടത്തോളം എന്താ? അതൊരു സ്വാതന്ത്ര്യമില്ലായ്മയാണ്. പണം ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ ദിക്റില്ലെങ്കിൽ ജീവിതം ഒരു ശ്വാസം മുട്ടലാണ്. വല്ലാഹി, പണമില്ലെങ്കിലും അള്ളാഹുവിന്റെ സ്മരണയില്ലെങ്കിൽ ജീവിതം ഒരു ശ്വാസം മുട്ടലാണ്. പലരും ചോദിക്കുന്ന കാണാം, എനിക്കെല്ലാം ഉണ്ടെങ്കിലും സന്തോഷമല്ല. എന്തുകൊണ്ട്? ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ എന്താ അറിയില്ല, എന്തോ ഒരു പ്രശ്നം, അധികം ആൾക്കുള്ളൊരു പ്രശ്നമാണത്. പലരും ചോദിക്കാം, പ്രിയമുള്ളവരെ, അള്ളാഹുവിൽ നിന്ന് അകന്നുപോയ ജീവിതം എപ്പോഴും പ്രയാസകരമായിരിക്കും.
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമാണ് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് പറയാൻ, ഇന്നഹും വ ഇൻ തഖ്തഖത് ബിഹിമുൽ ബിഗാൽ വസാഖത് ബിഹിമുസ് സുഫൻ ലം യജിദു തുഅമർ റാഹ. അവരെത്രത്തോളം സുഖസൗകര്യങ്ങളിൽ സഞ്ചരിച്ചാലും യാത്രാമൃഗങ്ങൾ അഥവാ കുതിരയോ കഴുതയോ യാത്രാവാഹനങ്ങൾ അവരെ കൊണ്ടുപോയാലും കപ്പലുകൾ അവരെ വഹിച്ചാലും അവർക്ക് യഥാർത്ഥ ആശ്വാസത്തിന്റെ സമാധാനത്തിന്റെ രുചി കണ്ടെത്താനായില്ല. ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, ഇതെല്ലാം ഉണ്ടായിട്ടും ഇവിടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിന്റെ ദിക്റും ആത്മീയമായ ഒരു സമാധാനവും ഇല്ലെങ്കിൽ അവർക്ക് യഥാർത്ഥ വിശ്രമം റാഹത്ത് അനുഭവിക്കാൻ കഴിയില്ല എന്നർത്ഥം. അള്ളാഹുവിനെ ഖൽബിൽ റബ്ബില്ലെങ്കിൽ, അവനെ കുറിച്ചുള്ള ബോധമില്ലെങ്കിൽ ഹൃദയം ശൂന്യമാണ്. ശരിക്ക് അള്ളാഹുവിനോട് എത്ര കണ്ട് അടുപ്പുണ്ടോ അത്ര കണ്ട് മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ. ഞാനിത് നിങ്ങളെല്ലാവരും മുവഹിദീങ്ങളായതുകൊണ്ടാണ് ഈ ഒരു ലൈനിൽ പോണത്. മുവഹിദീങ്ങളല്ലാത്തൊരു പ്രദേശത്ത് പോകുമ്പോൾ കുറച്ചും കൂടി വിശദീകരിക്കാണ്ട്. കാരണം എന്താ വെച്ചാൽ, തൗഹീദ് ഉണ്ടെങ്കിലേ സമാധാനം ഉണ്ടാവുള്ളൂ. തൗഹീദില്ലേ വല്ലാഹി സമാധാനം ഉണ്ടാവില്ല. തൗഹീദില്ലേ തഖ്വ ഉണ്ടാവില്ല. തൗഹീദില്ലേ നിർഭയത്വം ഉണ്ടാവില്ല. തൗഹീദില്ലേ പിടിച്ചു നിൽക്കാൻ കഴിയൂല. അള്ളാഹു നമ്മുടെ തൗഹീദിലായി ജീവിച്ച തൗഹീദിലായി മരിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നതോടെയാണ് ജീവിതത്തിനൊരു അർത്ഥം ലഭിക്കുന്നത്. നൂറ്റാണ്ടുകളായ സഹസ്രാബ്ദങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് യുഗങ്ങൾ തോറും, അല്ലെങ്കിൽ അതിനപ്പുറം അനുഭവം മനുഷ്യനെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസം മാത്രമേ അർത്ഥവത്തായ ജീവിതം മനുഷ്യർക്ക് നൽകുന്നുള്ളൂ എന്നതാണ്. വിശ്വാസമില്ലാത്ത മനുഷ്യന്റെ ജീവിതം ഒരർത്ഥവുമില്ലാത്തതാണ്. മാത്രമല്ല, അള്ളാഹുവിൽ വിശ്വാസവും സ്മരണയുമാണ് മനുഷ്യന്റെ മനസ്സിന് സമാധാനം നൽകുന്നത്. എല്ലാവർക്കും പരിചയമുള്ള ഹിഫ്ളുള്ള ഒരായത്താണത്. എന്തായത്? الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. അതായത് വിശ്വസിക്കുകയും അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവരെ അറിയണം, ശ്രദ്ധിക്കണം. അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രയും മനസ്സുകൾക്ക് അടക്കമുണ്ടാകുന്നത്, തുമഇനീനത്തുണ്ടാകുന്നത്, ശാന്തതയുണ്ടാകുന്നത്, റാഹത്തുണ്ടാകുന്നത്, സ്വസ്ഥതയുണ്ടാകുന്നത്, നിർവൃതിയുണ്ടാകുന്നത്. ഹൃദയം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഹൃദയം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അത് ശാന്തമാക്കാൻ കഴിയുന്നത് അള്ളാഹുവിന് മാത്രമാണ്. നമ്മുടെ കൽബിന്റെ ഉടമസ്ഥനാരാ? അള്ളയാണ്. ആ അള്ളാഹ്ക്ക് മാത്രമേ നമ്മളെ കൽബിനെ ശാന്താക്കാൻ പറ്റുള്ളൂ. മ്യൂസിക് പരിഹാരമല്ല, സിനിമ പരിഹാരമല്ല, സീരിയൽ പരിഹാരമല്ല, മൊബൈൽ മാന്തിരിക്കൽ പരിഹാരമില്ല, ഒന്നും എന്റർടൈൻമെന്റ് പരിഹാരമല്ല. അത് മാത്രമാണ് കൽബിന്റെ റാഹത്തിന്റെ പരിഹാരം, കൽബ് സമാധാനത്തിലാകാനുള്ള പരിഹാരം. ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട ആലിമാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുള്ളയുടെ പ്രമുഖ ശിഷ്യൻ അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഫിൽ ഖൽബി ശഅഫുൻ ലാ യലുമുഹു ഇല്ലൽ ഇഖ്ബാലു അലല്ലാഹ്. ഹൃദയത്തിനുള്ളിലെ ചിതറൽ, അതായത് ഹൃദയത്തിൽ ഒരു പിരിമുറുക്കവും അസ്ഥിരതയും ഉണ്ടെന്നാണ്. ചില വാക്കിനൊക്കെ നേരെ പറയാൻ പറ്റൂല, എൻ്റെ ആശയം മാത്രം പറഞ്ഞു പോവാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്തറിയോ? അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ മാത്രമേ അത് ഒത്തുചേരുള്ളൂ. അതായത് മനുഷ്യ ഹൃദയം എത്രയോ കാര്യങ്ങളാൽ അസ്വസ്ഥമായാലും ആ മനുഷ്യന്റെ ഹൃദയത്തിന് യഥാർത്ഥ സമാധാനവും ഏകാഗ്രതയും ലഭിക്കുന്നത് അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥമായ തിരിഞ്ഞു നിൽപ്പിലൂടെയാണ്, റബ്ബിങ്കിലേക്ക് ഖേദിച്ച് മടങ്ങുന്നതിലൂടെയാണ്, അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നതിലൂടെയാണ്. അള്ളാഹുവിലേക്ക് തിരിയുന്നതിലൂടെ മാത്രമേ പരിഹരിക്കാൻ കഴിയൂ. അള്ളാഹുവിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റൂ എന്നൊരു കുഴപ്പം നമ്മുടെ കൽബിനുണ്ട്. നമ്മുടെ കൽബിൻ്റെ ആകെ ഒരു കുഴപ്പം, ആ കൽബ് അള്ളാഹുവിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ. ഈ ഒരു ദിക്ർ, സ്മരണ, ഈ ഒരു ദിക്ർ എന്നത് അള്ളാഹു കൂടെയുണ്ട് എന്ന ബോധമാണ്.
ഇരുട്ടിലും വെളിച്ചത്തിലും സ്വകാര്യതകളിലും റൂമിനകത്താകുമ്പോഴും അവനവന്റെ പ്രൈവസിയിലും അവനവന്റെ തലക്കുമീതെ ഇട്ട പുതപ്പിന്റെ ഉള്ളിലായാലും എൻ്റെ കൂടെ റബ്ബുണ്ട്. ഇന്ന റബ്ബി ഖരീബും മുജീബ്. നമ്മൾ പറയും ആളുകളോട്, അല്ലാഹു സമീപസ്ഥനാണ്, 7 ആകാശത്തിന്റെ മീതെ, അർശിന്റെ മീതെ, ഫൗഖൽ അർശ്. അല്ലാഹുവിന്റെ സംഉം ബസറും നമ്മുടെ കൂടെയാണ്. അവൻ മുജീബാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. റബ്ബല്ലാത്തവരോട് തേടുന്നത് എന്തിനാ, ചോദിക്കുന്നത് എന്തിനാ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതേ റബ്ബ് എന്നെ കാണുന്നു, എന്നെ അറിയുന്നു, എന്നെ കേൾക്കുന്നു. എൻ്റെ എല്ലാ വിചാരങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നു എന്ന ചിന്ത. ഈ ഒരു ദിക്ർ, ശരിക്കും ദിക്ർ അതാണ്, അല്ലാതെ കേവല ഉരുവിടലല്ല. കേവല ഉരുവിടൽ എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് പറഞ്ഞാൽ കേട്ടോ, അല്ലാഹുൽ മുസ്തആൻ. നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരുപാട് ദിക്റുകൾ അൽഹംദുലില്ലാ നമ്മൾ ചൊല്ലാറുണ്ട്, നമ്മൾ ചൊല്ലണം. ശരിക്കും ദിക്ർ എന്ന് പറഞ്ഞാൽ കേവലം ചൊല്ലലും മാത്രമല്ല, ചോദിക്കലും പ്രാർത്ഥിക്കലും തേടലും ആവശ്യപ്പെടലുമാണ്. നിസ്കാരം പോലും അങ്ങനെ തന്നെയല്ലേ. ചില ആൾക്കാർ ഇപ്പോഴും പറയും, എന്താ അറിയില്ല, ഞാൻ പഠിച്ചില്ല, മദ്രസയിലൊന്നും പഠിച്ചില്ല, ഈ നിസ്കാരത്തിൽ ചൊല്ലണ്ട് എനിക്ക് ഇപ്പോഴും അറിയില്ല. കേട്ടില്ല അങ്ങനെ പറയുന്നത്? ചില ഉമ്മാരൊക്കെ പറയും, ചില പരും പറയും, നിസ്കാരത്തിൽ ചൊല്ലണ്ട് എനിക്ക് ഇപ്പോഴും അറിയില്ല. ശരിക്കും 10-40 കൊല്ലമായി നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പരമ അബദ്ധമാണ്, മലയാളത്തിലൊരു വാക്കാണ് ചൊല്ല എന്നുള്ളത്. ശരിക്കും നിസ്കാരത്തിൽ ചൊല്ലൽ മാത്രമല്ലോ, നിസ്കാരത്തിൽ വാഴ്ത്തലുണ്ട്, റബ്ബിനോട് ചോദിക്കലുണ്ട്, തേടലുണ്ട്, ആവശ്യപ്പെടലുണ്ട്, അല്ലേ? ഫാത്തിഹ സൂറത്ത് നമ്മൾ ഓതുമ്പോൾ നമ്മൾ ഓതുന്ന ഓരോ ആയത്തിനും അല്ലാഹ് അങ്ങോട്ടും മറുപടി പറയുന്നുണ്ട്. നമ്മളെപ്പോഴും ചൊല്ലല എന്നുള്ള ചിന്ത, ചൊല്ലലല്ല കൂട്ടർ, ആവശ്യപ്പെടലാണ്, തേടലാണ്. ചൊല്ലൽ മാത്രമല്ല, ദിക്ർ എന്ന് പറഞ്ഞാൽ കേവലം ചൊല്ലൽ മാത്രമല്ല, അവിടെ ഖൽബും നാവും അമലുകളും ഒക്കെ ചേരണം. വേറെ ലോകമാണ്, ഞാൻ അങ്ങോട്ട് പോവില്ല, ഇൻഷാ അല്ലാഹ് പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ ദുഃഖത്തിലും പ്രയാസത്തിലും ദുരന്തങ്ങളിലും മാത്രമല്ല, ആഹ്ലാദങ്ങളിലും ആനന്ദങ്ങളിലും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന ബോധം. മരണ വീട്ടിൽ മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, കല്യാണ വീട്ടിലും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. അതുകൊണ്ടല്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, മരണ വീട്ടിൽ വലിയ മ്യൂസിക്കും ആർഭാടൊന്നും ഉണ്ടാവില്ല. മരണ വീട്ടിലാരും പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കൂല. മരണ വീട്ടിലാരും ഫോട്ടോഗ്രാഫി ഉണ്ടാവില്ല, വീഡിയോഗ്രാഫി ഉണ്ടാവില്ല. എന്നാ കല്യാണപ്പുരയിലോ ഈ തോന്നിയാസെല്ലാം ഉണ്ടാവും. എന്തുകൊണ്ടാണ്? മനുഷ്യരെ മനസ്സിൽ കല്യാണപ്പുരയിലും അല്ലാഹ് ഉണ്ട് എന്നുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുണ്ടോ? ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിക്കും. നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ, ഇവിടെ അല്ലേ? ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ടാവും കേട്ടോ. കേവലം അത് മാത്രമല്ല, നമുക്ക് മനസ്സിലാക്കണമല്ലോ, അമലിലേക്ക്, ജീവിതത്തിലേക്ക് വരണം. അതുകൊണ്ടാണ് നമ്മളെ വീട്ടിൽ ഉണ്ടാകണമല്ല, നമ്മളെ കൂടെ ഉണ്ടാകണമല്ല, നമ്മുടെ ചിന്തയിൽ ഉണ്ടാകണമല്ല. അങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അതായത് നമ്മളെ എല്ലാ അമലും അള്ളാഹ്ക്ക് തൃപ്തിപ്പെട്ടതാക്കി മാറ്റണം. അതായത് ആഹ്ലാദങ്ങളിലും ആനന്ദങ്ങളിലും എൻ്റെ കൂടെ റബ്ബുണ്ട് എന്ന ബോധം, ഈ ബോധ്യം നമുക്ക് സമാധാനം നൽകുന്നു. ഇത് തൗഹീദിന്റെ ബോധമാണ്. ശക്തമായ ഈ തൗഹീദ് ഹൃദയത്തിൽ ഉറച്ചവരിൽ, ഒരു മുഅ്മിനിൽ, അവന്റെ ജീവിത മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫലമായി, ഒരാശ്വാസമായി, ഒരു തലോടലായി, ഒരു സാന്ത്വനമായി റബ്ബ് കൂടെയുണ്ടെന്നുള്ള ബോധം മാറുന്നു. ഉദാഹരണം, മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസാ നബിയുടെ ദഅവത്ത് വിശാലമാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഫഅത്ബഉഹും മുശ്രിഖീൻ. എന്നിട്ടവർ ഫിർഔനും സംഘവും പ്രഭാതത്തിന്റെ വേളയിൽ അവരുടെ ഇസ്രായേലിയുടെ പിന്നാലെ ചെന്നു. ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. അങ്ങനെ ആ 2 സംഘവും പരസ്പരം കണ്ടപ്പോൾ മൂസായുടെ അനുചരന്മാർ, അഹ്ലുകാര് പറഞ്ഞുപോയി, തീർച്ചയായും നമ്മൾ ഇതാ പിടിയിലകപ്പെടാൻ പോവുകയാണ്. ഖാല കല്ലാ ഇന്ന മഇയ റബ്ബീ സയഹ്ദീൻ. മൂസാ നബി പറഞ്ഞ വാക്കാണത്, ഇന്ന മഇയ റബ്ബീ സയഹ്ദീൻ. മൂസാ നബി പറഞ്ഞു, ഒരിക്കലുമില്ല, തീർച്ചയായും എന്നോടൊപ്പം എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ഈ ബോധം മൂസാ നബിക്ക് എവിടെ നിന്ന് കിട്ടിയത്? അതാണ് തൗഹീദ്. അള്ളാഹിൻ്റെ റസൂലാണ്.
അതുകൊണ്ട് തന്നെ ആ ബോധം ഏറ്റവും ശക്തമായിട്ട് അവർക്കുണ്ടാവും. പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഔഹൈന ഇലാ മൂസ അനിദ്രിബ് ബിഅസാക്കൽ ബഹർ ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അളീം. അപ്പോൾ മൂസാക്ക് നാം വഹി നൽകി. ഈ ബോധം ഉണ്ടായി മൂസാ നബിക്ക്. കൂടെയുള്ള വിശ്വാസികൾ പലർക്കും ഉണ്ടായി, ഹാറൂൻ നബിയെ പോലുള്ളവർക്കൊക്കെ. എന്നാൽ കുറെ ആളുകൾ ദുർബലരായി, അവർക്ക് ബേജാറായി, കുടുങ്ങിയില്ലേ. നമ്മൾ സാധാരണ പറയില്ലേ ശൈത്താന്റെ കടലിന്റെ അടിയിൽ. കറക്റ്റാ, പുറകില് മുന്നില് കടലാണ്, ബാക്കിലോ ഫിറൗനാണ്. ശരിക്കും ശൈത്താനും കടലിന്റെ ഇടയിലായി പോയവര്. അപ്പോഴാണ് അവർക്ക് ബേജാറായത്. അപ്പൊ മൂസാ നബി എന്നോട് അള്ളാഹ് പറഞ്ഞു, വഹി നൽകി, നീ നിന്റെ വടി കൊണ്ട് കടലടിക്കും. അങ്ങനെ കടലെന്ത് ചെയ്തു? പിളരുകയും വെള്ളത്തിന്റെ ഓരോ പൊടിയും വലിയ പർവ്വതം പോലെ ആയിത്തീരുകയും ചെയ്തു. ഇത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗഹീദും തവക്കുലിനും അപ്പോൾ തന്നെ അള്ളാഹു നൽകിയൊരു ബൈ റിസൾട്ടാണ്. അള്ളാഹ് എന്ത് ചെയ്തു? ഇവരെ രക്ഷപ്പെടുത്തി, മറ്റവരെന്ത് ചെയ്തു? അതിന്റെ അടുത്തെത്തി. മറ്റവരെ ഫിറൗനെയും കൂട്ടരെയും അതിന്റെ അടുത്തെത്തിയെന്ന് മാത്രമല്ല, മൂസാ നബിയും അഹ്ലുകാരെയും അള്ളാഹു രക്ഷപ്പെടുത്തി, മറ്റേ ആൾക്കാരെ മുക്കിക്കൊന്നു. ഞാൻ ഒരു സംഭവം കൂടി പറയുന്നുണ്ട്, നിങ്ങൾ ക്ഷമിച്ചിരിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉമ്മത്തിന്റെ നേതാവ്, ലോകരുടെ നേതാവ്, ഖലീലുർ റഹ്മാൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗർ ഗുഹയിലാണ് നബിയും അബൂബക്കറും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറും നബിയും അബൂബക്കറും തൗർ ഗുഹയിലായിരിക്കെ ശത്രുക്കൾ തൊട്ടുമീതെ വന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ബേജാറായി. നബിയെ, അവർ നമ്മളെ കണ്ടാലോ എന്ന ചോദ്യം എല്ലാവർക്കും അറിയ കാര്യം. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അബൂബക്കറെ, താങ്കൾ എന്താണ് വിചാരിച്ചത്? മൂന്നാമനായി അള്ളാഹു കൂടെയുള്ള രണ്ടാളുകളെ സംബന്ധിച്ച് താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? എന്താ പറഞ്ഞ വാക്കെന്താ? മൂന്നാമനായി അള്ളാഹു കൂടെയുള്ള രണ്ടാൾ, അബൂബക്കറും മുഹമ്മദ് നബിയും. കൂടെ ആരുണ്ട്? അള്ളാഹു ഉണ്ട് എന്ന ആശ്വാസം റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിൽ ഈ വിഷയം അങ്ങനെ തന്നെ പഠിപ്പിക്കുകയാണ്. 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബയുടെ 40-ാമത്തെ ആയത്ത്. അവിടെ അങ്ങനെ കാണാം, അവര് രണ്ടുപേരും ഗുഹയിൽ, അദ്ദേഹം രണ്ടുപേരിൽ ഒരാളായിരിക്കുകയും ചെയ്ത സന്ദർഭം. ഇത് യഖൂലു ലി സാഹിബിഹി, അപ്പൊ തന്റെ സാഹിബ് അബൂബക്കറിനോട് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഈ വാക്ക് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും. ചില മോട്ടിവേഷൻ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും, ചില സ്പിരിച്വൽ ഹീലിംഗ് ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ ഈ ബോർഡ് കണ്ടിട്ടുണ്ടാവും. ചില വാക്കുകളൊക്കെ അങ്ങനെയാണ്, ചിലയിടത്തൊക്കെ നമ്മൾ കാണും, പക്ഷെ അത് റിയൽ ലൈഫായിട്ട് ബന്ധമുണ്ടാവില്ല ചിലപ്പോൾ. ഇവിടെ നബി പറയാണ് അബൂബക്കറിനോട് റളിയല്ലാഹു അൻഹുവിനോട്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കണ്ട, തീർച്ചയായിട്ടും അല്ലാഹ് നമ്മളെ കൂടെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ചോക്കി, ഇത് ഗുഹയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു വിഷയമാണോ? അല്ല, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും ഉണ്ടാകുന്നതാണ്. ഇതിനെ വിവരിക്കുന്നിടത്ത് രസകരമായൊരു വിവരണം ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? മൂസാ നബിയോട് ചോദിക്കുമ്പോൾ മൂസാ നബി പറയുന്നത്, എന്റെ കൂടെ എന്റെ റബ്ബുണ്ടെന്നാണ്. അവിടെ കുറെ ആളുണ്ടായിരുന്നു, ഒരു ജമാഅത്ത് തന്നെ ഉണ്ട്. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് മൂസാ നബി പറഞ്ഞത്, നമ്മളെ കൂടെ ഉണ്ട് എന്നല്ല. അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ തന്നെ അല്ലേ? പോയിട്ടില്ലല്ലോ? ഇവിടെ തന്നെ അല്ലേ? കുറച്ചേരം കൂടി ഇവിടെ തന്നെ കേട്ടാ. നമ്മളെ കൂടെ റബ്ബുണ്ട് എന്നല്ല മൂസാ നബി പറഞ്ഞു, എന്റെ കൂടെ റബ്ബുണ്ടെന്നാ. എത്രയോ ആളുണ്ടെന്ന കൂടെ. എന്നാൽ രണ്ടാള് മാത്രമുള്ളിടത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മുടെ കൂടെ റബ്ബുണ്ട് എന്നാണ്. ഈ വാക്കിനെ വിവരിച്ചിട്ട് തഫ്സീറുകൾ കാണാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത അവര് സ്വന്തം കാര്യത്തിൽ ഭയന്നു, മൂസാ നബിയെ വിസ്മരിച്ചു എന്നാണ്. എന്നാൽ മുഹമ്മദ് നബിയുടെ കൂടെയുള്ള സിദ്ദീഖുൽ അക്ബർ മുഹമ്മദ് നബിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയന്നു, സ്വന്തം കാര്യത്തെ വിസ്മരിച്ചു. സുബ്ഹാനല്ലാഹ്. ഈ പ്രയോഗത്തെ വിശദീകരിക്കുന്നത് പണ്ഡിതന്മാർ പറയാം. അവിടെ അബൂബക്കറിന് ബേജാറായത് എനിക്കെന്തെങ്കിലും പറ്റുമെന്നല്ല, എന്റെ റസൂലിന് എന്തെങ്കിലും സംഭവിക്കൂ എന്നുള്ളതാണ്. ജീവിതത്തിലെ ഏതേത് പ്രതിസന്ധികളിലും, അത് സാമ്പത്തികമായ പ്രയാസമായാലും, ശാരീരികമായ അസ്വസ്ഥതകളായാലും, സാമൂഹികമായ പ്രശ്നങ്ങളായാലും, ഈ രാജ്യത്ത് ജീവിക്കുന്നിടത്ത് ഒരുപക്ഷെ നേരിടേണ്ടി വന്നേക്കാവുന്ന അസ്തിത്വ പ്രതിസന്ധി ആയാലും നമ്മുടെ കൂടെ റബ്ബുണ്ടേ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ.
എല്ലായിടത്തും അതാണ്. എല്ലായിടത്തും, അവിടെ മാത്രമല്ല എല്ലായിടത്തുമാണ്. ഒരു പ്രശ്നവും ഒരു ബേജാറും നമുക്ക് വേണ്ട. അള്ളാഹ് നമ്മളെ കൂടെയുണ്ട്. വിശ്വാസം സമാധാനമാകുന്നത് അവിടെയാണ്. തൗഹീദ് നിർഭയത്വമാകുന്നത് അവിടെയാണ്. തൗഹീദ് രക്ഷയാകുന്നത് അവിടെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീത്ത് കാണാം. അജബല്ലി അംരിൽ മുഅ്മിൻ, അജബല്ലി അംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അതിശയകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയായിരിക്കുന്നു. വലൈസ ദാക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിൻ ഇൻ അസാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബതുഹു ദറാ സബറ ഫകാന ഖൈറൻ ലഹു. ഇത് മുഅ്മിനല്ലാത്ത മറ്റാരുടെയും കാര്യമല്ല. മുഅ്മിനിന്റെ കാര്യം അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്, അതിശയാണ്, അജബാണ്. എന്താ മുഅ്മിന്റെ പ്രത്യേകത അറിയോ? മുഅ്മിനിനെ ഒരു സന്തോഷം ബാധിക്കുമ്പോൾ അവൻ നന്ദി പ്രകടിപ്പിക്കുന്നു, അതവന് നന്മയാകുന്നു. മുഅ്മിനിന് ഒരു ദുരിതം ബാധിക്കുമ്പോൾ അതവൻ സഹിക്കുന്നു, അതും അവന് നന്മയാകുന്നു. അല്ലാഹു അക്ബറു കബീറ. ഈ രണ്ടും നമ്മുടെ റിയൽ ലൈഫിലേക്ക് അത് കൊണ്ടുവന്ന് നോക്കി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, വിവാഹം ഒരു അനുഗ്രഹമാണ്, സൽക്കാരങ്ങൾ അനുഗ്രഹമാണ്, വിരുന്നനുഗ്രഹമാണ്, വസ്ത്രം ഒരു അനുഗ്രഹമാണ്, നമ്മുടെ മക്കൾ അനുഗ്രഹമാണ്, ഇണതുണകൾ അനുഗ്രഹമാണ്, വെള്ളവും ഭക്ഷണവും നിർഭയത്വവും അനുഗ്രഹമാണ്. എല്ലാ അനുഗ്രഹങ്ങളും, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് വാരിക്കുരുത്തരാണ്. ഈ അനുഗ്രഹങ്ങളോടുള്ള നമ്മുടെ സമീപനം എന്താ? നമുക്കൊരു സന്തോഷം ബാധിക്കുമ്പോൾ ഒരു വിശ്വാസി നന്ദി പ്രകടിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ വീണ്ടും ഒരു കല്യാണ വീട്ടിൽ ക്ഷണിക്കാം. സത്യത്തിൽ വാപ്പ ഇരിക്കുന്നുണ്ട്, ഉമ്മ ഇരിക്കുന്നുണ്ട്, കുടുംബങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. മോന്റെ കല്യാണമാണ്, അല്ലെങ്കിൽ മോളെ കല്യാണം. കല്യാണത്തിന്റെ തലേന്ന് വരെ വാപ്പ പ്രാർത്ഥിക്കുന്നു, ഉമ്മ പ്രാർത്ഥിക്കണു, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, റവാത്തിബ് സുന്നത്തുകളുണ്ട്, സുന്നത്ത് നോമ്പുകളുണ്ട്, റബ്ബിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ സാലിഹായ ഒരു ചെറുക്കനെ കിട്ടണേ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ കിട്ടണേ. അങ്ങനെ അല്ലാഹു തആല സാലിഹായ ഒരു പെണ്ണിനെ കൊടുത്തു, അല്ലെങ്കിൽ ചെറുക്കനെ കിട്ടി, അൽഹംദുലില്ലാ. എന്നിട്ട് രണ്ടു കൂട്ടരും കൂടി ഒരു ദിവസം കല്യാണത്തിന്റെ മണ്ഡപത്തിലോ ഹാളിലോ മദ്രസയിലോ എവിടെയെങ്കിലും ഒരുമിച്ച് കൂട്ടാണ്. തലേനാള് വരെ റബ്ബിനോട് കൽബുരുകി അള്ളാഹിനോട് ദുആ ചെയ്ത ഉമ്മാന്റെ കല്യാണത്തിന്റെ അന്നത്തെ വേഷം കണ്ടാൽ ഇതാ അമ്മന്നെയാണോ എന്ന് തോന്നിപ്പോകും. നമുക്കൊന്നും തോന്നരുത്, മനസ്സിലായിണ്ടോന്ന് വിചാരിക്കണം. കല്യാണത്തിന്റെ തലേനാള് വരെ റബ്ബിനോട് കൽബുരുകി പ്രാർത്ഥിച്ച ആ പെൺകുട്ടിയുടെ കല്യാണത്തിന്റെ ദിവസത്തെ കോലം കണ്ടാൽ അല്ലാഹുവേ ഇതൊരു മുസ്ലിമാണോ? അതല്ല, കുത്തു 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 കുത്ത്, ബാക്കി നിങ്ങൾ ഊഹിച്ച് പൂരിപ്പിച്ചാൽ മതി. അതാണോന്ന് തോന്നിപ്പോ. എവിടെയാ അല്ലാഹ്? എവിടെയാ? നിന്റെ ആവശ്യത്തിൽ മാത്രം വേണ്ട ഒന്നാണോ അല്ലാഹ്? നിന്റെ പ്രശ്നത്തിൽ മാത്രം ഉണ്ടാകേണ്ട ഒരാളാണോ അല്ലാഹ്? നമ്മുടെ മലപ്പുറം ജില്ലക്കാർ, ഞാൻ പാലക്കാടിലാണ്, മലപ്പുറം ജില്ലക്കാർ പണ്ട് പറയും, പടന്ന കൈക്കോട്ടിന്റെ പോലെ അവന്റെ സ്വഭാവം. ഇങ്ങോട്ട് മാത്രം വൺ വേ, ഇങ്ങോട്ട് കൊണ്ടാ തായോ നൽക്. എന്താ റബ്ബേ ഇജ്ജ് തരാത്ത്? പടച്ചവനോട് ചൂടാണ് മാതിരിയാണ്. സംഗതി ശരിയല്ല. അള്ളാഹിനോട് ചോദിക്കേണ്ടത് മല്ലം യസ്അലില്ലാഹ യഗ്ളബു അലൈഹി. ആര് അള്ളാഹിനോട് ചോദിക്കണില്ലയോ അവനോട് അള്ളാഹ്ക്ക് ദേഷ്യമാണ്, കോപമാണ്. അതുകൊണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദ്യം എന്താണ്? ഇബാദത്താണ്. അള്ളാഹിനോട് മാത്രമേ ചോദിക്കാവൂ, ഇബാദത്തായതല്ല. സുബ്ഹാനല്ലാഹ്. പക്ഷേ കല്യാണത്തിന്റെ വീട്ടിലോ കോലം മാറി. വസ്ത്രത്തിൽ അള്ളാഹുവിന് ശുക്ർ കാണിച്ചിട്ടില്ല. രാവിലത്തെ സുബ്ഹി പോലും ചിലപ്പോൾ നിസ്കരിച്ചിട്ടുണ്ടാവില്ല, ളുഹ്ർ നിസ്കരിക്കുന്നില്ല, അസ്ർ നിസ്കരിക്കണില്ല, മഗ്രിബ് നിസ്കരിക്കണില്ല. കാരണം എന്താ? രാവിലെ സുബ്ഹിക്ക് 4 മണിക്ക് വന്ന് പുതിയ എണ്ണിനെ ഒരുക്കാൻ ആര്? ബ്യൂട്ടീഷ്യൻ. ഒരു പ്രത്യേക കോല കെട്ടിക്കണത്. പിന്നെ എങ്ങനെ നിസ്കരിക്കാൻ പറ്റുക? ആ മേക്കപ്പ് ഒക്കെ അവിടെ പുട്ടിയിട്ട് അടിച്ചു കയറ്റിയല്ലേ, പുറത്ത് പെയിന്റ് എടുക്കാൻ കയറ്റിയ പോലെ. അല്ലാഹുൽ മുസ്തആൻ. ഞാൻ പ്രയാസപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല, നാട്ടിൽ നടക്കുന്ന കാര്യം പറഞ്ഞാണ്. ശരിക്കും ആലോചിച്ചു, എത്ര ഗൗരവമാണത്. അവിടെ റബ്ബില്ല. കല്യാണപ്പുരയിൽ റബ്ബിനെ ഒഴിവാക്കി. തൽക്കാലം ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് അല്ലാഹ് ഈ പരിസരത്തേക്ക് വരരുത് എന്നുള്ള ചിന്താമതിയാണ്. അതുവരെ തായോ നൽക് കൊണ്ട, എന്റെ പ്രയാസം നീ അറിയുന്നില്ലേ എന്നൊക്കെ റബ്ബിനോട് മനമുരുകി കൈയുയർത്തി അങ്ങനെ പ്രാർത്ഥിച്ച സഹോദരി സഹോദരൻ അന്നത്തെ ദിവസം കുറച്ചു നേരത്തേക്ക് പിന്നെ യാതൊരു ബന്ധമില്ല. പിന്നെ തട്ടും മുട്ടും വിളിയും കൂക്കും ഒരു ജാതി കാട്ടിക്കൂട്ടലും. പിന്നെ എല്ലാം കഴിഞ്ഞ് രാത്രി തറാവീഹ് നിസ്കരിക്കണമായിരുന്നു 4-5 വക്തൊക്കെ പാടെ ഒന്നിച്ച്. അതുകൊണ്ടാണ് സാധാരണ വിവാഹത്തിന്റെ ദിവസങ്ങളിൽ ആളുകളുടെ ദീനിൽ നഷ്ടം, സമ്പത്തിൽ നഷ്ടം, സമയത്തിൽ നഷ്ടം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ദീനിലെ നഷ്ടം എന്താ അറിയോ? നിസ്കാരം നഷ്ടപ്പെടുത്തണം എന്നുള്ളതാണ്.
സമ്പത്തിലെ നഷ്ടം എന്താ അറിയോ? പലിശ എന്ന് പറയുന്ന ഹറാമുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കല്യാണം നടത്തുന്നുള്ളതാണ്. സമയത്തിലെ നഷ്ടം തരങ്ങൾ ഈ പറഞ്ഞ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പേക്കുത്തുകളാണ്. ഞാൻ തൽക്കാലം പറഞ്ഞത് നിങ്ങളൊരു ബ്രാക്കറ്റ് ഇട്ട് വെച്ചാൽ മതി. പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൂടെയുണ്ടെന്ന ബോധം, ഈ ബോധമാണ് പ്രിയമുള്ളവരെ എപ്പോഴും ആശ്വാസം നൽകുന്നത്. നമ്മൾ പഠിച്ചിട്ടില്ലേ, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം, അല്ലാഹുവേ നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. നമ്മളെപ്പോഴും ദുആ ചെയ്യാറുള്ളതാണ്. അല്ലാഹുവാണ് സമാധാനം. ഓർക്കുന്നിടത്ത് സമാധാനം, അവനനുസരിക്കുന്നിടത്ത് സമാധാനം, അവൻ ഇഷ്ടപ്പെടുന്ന ജീവിത രീതി പാലിക്കുന്നിടത്ത് സമാധാനം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിരീക്ഷണത്തിലാണ്, നോട്ടത്തിലാണ്. അവൻ എപ്പോഴും എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന റബ്ബി ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഷഹീദ ഇന്നല്ലാഹ ഇന്നഹു അലീമുൻ ബിദാത്തിസ് സുദൂർ. എത്ര ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിൽ. ഒരുപാട് ആയത്തുകൾ. അല്ലാഹ് കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. ഈ ബോധത്തോടുകൂടി ജീവിക്കാനാകുന്നിടത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം. തൗഹീദ് സമാധാനത്തിനാണ്. തൗഹീദിന്റെ 3 എന്താ പറയുക അൻവാഅുകളും അതിൻ്റെ അഖ്സാമുകളും മുഴുവനും നമ്മെ നയിക്കുന്നത് സമാധാനത്തിലേക്കാണ്. ഞാൻ ചുരുക്കി പറഞ്ഞു. രണ്ടാമത്തേതായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമാധാനമാകുന്നത് പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സമാധാനമാണ്. നമ്മളെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മളെ ഉമ്മ പറയാൻ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, സ്വഹാബത്തിനോട് പറയാൻ, അയ്യുമാ അഹദിൻ മിനൽ മുഅ്മിനീന ഉസീബ ബിമുസീബത്തിൻ ഫല്യതഅസ്സ ബിമുസീബതിഹി ബി അനിൽ മുസീബത്തില്ലതി തുസീബുഹു ബിഗൈരി. എൻ്റെ ജനങ്ങളെ, ഏതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു വിശ്വാസി അയാൾക്കൊരു ദുരിതം ബാധിച്ചാൽ എന്നിൽ നിന്നുള്ള ദുരന്തത്തെക്കുറിച്ച് അഥവാ എൻ്റെ മരണത്തെക്കുറിച്ച് ആലോചിക്കുക. അങ്ങനെ അവരെ ഏതൊരു ദുരിതത്തിനും സമാധാനം കണ്ടെത്തട്ടെ, ഏതൊരു ദുരിതത്തിനും അവർ സമാധാനം കണ്ടെത്തട്ടെ. എന്നിട്ട് നബി പറയാൻ, എന്നിട്ട് ആയിഷമ്മ പറയാൻ, ഫഇന്ന അഹദൻ മിൻ ഉമ്മത്തി ലൻ യുസാബ ബിമുസീബത്തിൻ ബഅദി അശദ്ദ അലൈഹി മിൻ മുസീബത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്ന ഒരു പോയിന്റാണ്, എൻ്റെ സമുദായത്തിൽ എനിക്ക് ശേഷം ആരും തന്നെ എന്നിൽ നിന്നുള്ള ഒരു വലിയ ദുരന്തം അനുഭവിക്കുന്നതായി ഉണ്ടാകൂല. സ്വീകാര്യോഗ്യമായ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത് നമ്മളെ ഉമ്മ ആയിഷ ബീവി റിവായത്ത് ചെയ്യുകയാണ്. ഈ ഹദീസിൽ പ്രത്യേക ഒരു വാക്കുണ്ട്, സമാധാനം കണ്ടെത്തുക. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനെ കുറിച്ച് നബി പറയാൻ, നിങ്ങളുടെ ദുരന്തവുമായി എന്റെ ദുരന്തത്തെ നിങ്ങളൊന്ന് തട്ടിച്ചു നോക്കണേ, എന്നിട്ട് നിങ്ങളുടെ ഏത് ദുരന്തത്തിനും നിങ്ങൾ സമാധാനം കണ്ടെത്തട്ടെ എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. നാം അനുഭവിക്കുന്ന ഏതേത് പ്രയാസവും അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനേക്കാൾ വലിയ ദുരന്തമല്ല. നമുക്ക് ദുഃഖമായാലും രോഗമായാലും മരണമായാലും ഏതൊക്കെ പ്രതിസന്ധികളായാലും അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനോളം ഇതൊന്നും തന്നെ വലിയ ദുരന്തമല്ല. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ദുരന്തങ്ങളിൽ ഏറ്റവും ഭയാനകം ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണ്, വഫാത്താണ്. അവിടുത്തെ വഫാത്തിനോളം വലിയ ദുരന്തം ഉമ്മത്ത് മുസ്ലിം അനുഭവിച്ചിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച്, നബിന്റെ വഫാത്ത് കഴിഞ്ഞ് ഏറെ താമസിയാതെ എത്ര കക്ഷികളായിട്ടാണ് ഉമ്മത്ത് മുസ്ലിം മാറിയത്. ഏകദേശം സ്വഹാബത്തിന്റെ കാലഘട്ടം, അതും ആദ്യത്തെ ഖുലഫാ റാഷിദീങ്ങളിൽ, പ്രത്യേകിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടമായപ്പോഴേക്കും ആദ്യത്തെ ബിദ്ഈ കക്ഷിയായ ഖവാരിജ് രംഗപ്രവേശനം ചെയ്തു. ഏറെ താമസിയാതെ റാഫിളത്ത് രംഗപ്രവേശനം ചെയ്തു. ഏറെ താമസിയാതെ മുർജിഅത്ത് കടന്നു വന്നു. ഒട്ടും താമസിയാതെ ഖദരിയ്യത്ത് കടന്നു വന്നു. 4 കക്ഷികൾ, റാഫിള, ഖവാരിജ്, അതുപോലെ ഖദരിയ്യ, മുർജിഅ. ഈ 4 കക്ഷികളും പിന്നീട് +18 ആയിട്ട് പിരിഞ്ഞു. 4 × 18 എത്രയാ? 72 കക്ഷികൾ.
അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ ഉമ്മത്തി 73 വിഭാഗമായി പിരിയും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ മാ അന അലൈഹി വഅസ്ഹാബി, അല്ലെങ്കിൽ മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. 72 കക്ഷികളെ കുറിച്ച് നബി മുന്നറിയിപ്പ് നൽകുന്നു. എന്തെല്ലാം ഫിർഖത്തുകൾ, ഇപ്പോഴും അവസാനിക്കാത്ത കക്ഷിത്വങ്ങൾ, പ്രശ്നങ്ങൾ, വഴക്കുകൾ, ആക്ഷേപങ്ങൾ, ബഹിഷ്കരണങ്ങൾ, എന്തെല്ലാം. എല്ലാറ്റിന്റെ അസർ എന്താ? അള്ളാഹുവിന്റെ റസൂലില്ല. അള്ളാഹിന്റെ റസൂൽ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഇല്ല ഒന്ന് പറയരുതെന്നാണ് ഒരാശക്ക് പറയാണ്, ആഗ്രഹത്തിന് പറയാണ്. ഈ ഉമ്മത്ത് മുസ്ലിം ഒറ്റ കക്ഷിയാവും, ഷിയഈസ് ഉണ്ടാവില്ല, സുന്നീസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പ്രത്യേക കക്ഷികളൊന്നും ഉണ്ടാവില്ല ലോകത്ത്. ഒറ്റ ഉമ്മത്തും മുസ്ലിമ, ഒരു വിഭാഗം മാത്രം. നബിയില്ല. ആ നബിക്ക് നബി സ്വഹാബത്തിനോട് നബി പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സമാധാനമാണ്. സ്വഹാബത്തിനോട് നബി പറയാൻ, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടത് വരും. അതുപോലെ സ്വഹാബത്ത് ശേഷമുള്ള ആളുകൾക്ക് സമാധാനമാണ്, അവർ പോയി കഴിഞ്ഞാൽ അവർക്കും വാഗ്ദാനം നൽകപ്പെട്ടത് വരും. മുഹമ്മദുൻ അഷ്റഫുൽ അഅറാബി വൽ അജമീ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറഞ്ഞു തരികയാണ് ഓരോ കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഏതെങ്കിലും വിപത്തുകളെ കുറിച്ചോർത്ത് വേദനിക്കുന്ന സന്ദർഭത്തിൽ നാം അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിനെ കുറിച്ച് ഓർക്കുകയും അങ്ങനെ നമ്മുടെ മറ്റ് ദുഃഖങ്ങളെല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് എന്ന വലിയ ദുഃഖവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളെല്ലാം നിസ്സാരമായി മാറുമെന്നും മനസ്സമാധാനം ലഭിക്കുമെന്നുമാണ് ഈ ഹദീസിലൂടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. അള്ളാഹു കഴിഞ്ഞാൽ നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് തന്നെ സമാധാനത്തിന്റെ രണ്ടാമത്തെ വഴി ശരിക്കും എന്താ അറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സുന്നത്ത്. ശരിക്ക് കുറേ വിശദീകരിക്കേണ്ടതുണ്ട്, പക്ഷെ നമ്മുടെ സമയത്തിന്റെ കുറവുകൊണ്ട് മാത്രം ചിലത് ചുരുക്കി പറഞ്ഞു പോകണം. റബ്ബ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കണ ആരാ? അള്ളാന്റെ റസൂലാണ് എല്ലാറ്റിനേക്കാളും. കാരണം ഫറളാണ്, വാജിബാണ്. 9-ാം അധ്യായം 24-ാമത്തെ ആയത്ത്, 33-ാം അധ്യായം 6-ാമത്തെ ആയത്ത്, ഒരുപാട് ഹദീസുകൾ അള്ളാന്റെ കൽപ്പനയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅ നമ്മുടെ മേൽ കൽപ്പിച്ചതാണത്. എന്ത്? അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് എല്ലാറ്റിനേക്കാളും മുഹമ്മദ് നബിയാണ്. അത് ഔദാര്യല്ല, ഓശാരല്ല. പിന്നെയോ അത് ഏതെങ്കിലും ഖുറാഫാത്തിന്റെ അഹ്ലുകാർ പറയുന്ന വർഷത്തിലൊരിക്കൽ വരുന്ന മദ്ഹ് കീർത്തനത്തിന്റെ ഭാഗവുമല്ല. പിന്നെന്താ? വാജിബാണ്. 365 ദിവസം. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ നബിയെ പിൻപറ്റുന്നു, നബിയെ അനുസരിക്കുന്നു, നബിയെ സ്നേഹിക്കുന്നു. ഇത് മൂന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നാൽ അൽഹംദുലില്ലാ അവന്റെ ജീവിതം തന്നെയാവും. വസ്ത്രം ധരിക്കുന്നിടത്ത് മുഹമ്മദ് മുസ്തഫ, ഭക്ഷണം കഴിക്കുന്നിടത്ത് മുഹമ്മദ് മുസ്തഫ, കല്യാണം കഴിക്കുന്നിടത്ത് മുഹമ്മദ് മുസ്തഫ, യാത്ര തുടങ്ങുന്നിടത്തും അവസാനിക്കുന്നിടത്തും മുഹമ്മദ് മുസ്തഫ, ഇടയിൽ ഇറങ്ങി താമസിക്കുന്നിടത്ത് മുഹമ്മദ് മുസ്തഫ, അയൽപ്പക്ക ബന്ധങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളിൽ മുഹമ്മദ് മുസ്തഫ, ഉമ്മയോട്, ഉപ്പയോട്, അയൽവാസിയോട്, സമൂഹത്തോട്, നാടിനോട് എല്ലാ ബന്ധവും എങ്ങനെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലായിടത്തും മുഹമ്മദ് നബിയുടെ മാതൃക. അതാണ് അല്ലാഹ് പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. മുഹമ്മദ് നബിയിലെ മാതൃക എന്താ? മുഹമ്മദ് നബിയുടെ മാതൃക എന്താ? ഈമാനികമായി ആഖിറം ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവർക്ക് മാതൃക. മദ്യപാനിക്ക് മുഹമ്മദ് നബിയിൽ മാതൃകല്ല, കള്ളുടീന് മാതൃകല്ല, വ്യഭിചാരിക്ക് മാതൃകല്ല, പലിശയിട്ട് ബന്ധപ്പെടുന്നവന് മാതൃകല്ല, ആളെ പറ്റിക്കുന്നവന് മാതൃകല്ല, കച്ചവടത്തിൽ ചതിയും വഞ്ചനയും പൂഴ്ത്തിയൊപ്പും കാണിക്കുന്നവർക്ക് മാതൃകല്ല. ഉണ്ടോ? ഇല്ല. പിന്നെ ആർക്കാ മാതൃക? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറ. ഈ മൂന്ന് കൂട്ടർക്ക് മാത്രമേ മാതൃകയുള്ളൂ. ഒന്ന്, അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവർ, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ, അന്ത്യദിനത്തെയും, വദക്കറല്ലാഹ കസീറ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർക്കുമാണ് മുഹമ്മദ് നബിയിൽ മാതൃക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ജീവിതത്തിലേക്ക് നബി വന്നാൽ
നബി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടവട്ടങ്ങളിൽ മുഴുവനും അത് മുഹമ്മദ് നബിയെ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ, നിങ്ങളൊന്ന് ആലോചിച്ചോട്ടെ, ഒരു പോയിന്റ് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി, 1400 വർഷങ്ങൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് അപ്പുറം ഈ ഒരു ചേരി എന്ന് പറയുന്ന ഈ ഒരു ഉൾപ്രദേശത്ത് അല്ല, ഈ ഒരു ഗ്രാമപ്രദേശത്ത് നമ്മൾ ജീവിക്കാൻ, നമ്മൾ ഇൻഷാ അല്ലാഹ് നോമ്പ് നോൽക്കുന്നു. ആരെയാണ് അനുധാവനം ചെയ്യുന്നത്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനത്തെ റസൂലിനെ. എല്ലായിടത്തും മുഹമ്മദ് നബി, എല്ലായിടത്തും മുഹമ്മദ് നബി. എന്തുകൊണ്ടാണ്? വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്തിന്റെ നേർസാക്ഷ്യമാണ്. നബി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരാൾക്ക് എല്ലായിടത്തും ആശ്വാസത്തിനുള്ള വക മാത്രമേ ഉള്ളൂ. എവിടെയും നമ്മുടെ ഒരു ചോദ്യചിഹ്നം പോലെ നിൽക്കേണ്ട ഒരു ഗതികേട് വരില്ല. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമതായി, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും നമുക്ക് സമാധാനം നൽകും. നാളെ ചർച്ച ഖുർആനെ കുറിച്ചാണ്, അല്ല ഞാൻ വിശാലായിട്ട് പോവില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്നിടത്ത് സമാധാനം. യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബികും ഖദ് ജാഅതുകും മൗഇലതും മിർ റബ്ബികും وشفاء لما في الصدور وهدى ورحمة للمؤمنين. മനുഷ്യരെ, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും വന്നു കിട്ടിയിരിക്കുന്നു എന്ന് 10-ാമത്തെ അധ്യായം സൂറത്ത് യൂനുസിന്റെ 57-ാമത്തെ ആയത്തിൽ. ഈ ആയത്തിനൊക്കെ വിവരിക്കുന്നിടത്ത് മഹാന്മാരായ ഇമാമിങ്ങളുടെ അഖ്വാലുകൾ കാണാം. ഖാലൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ്, മഹാനായ ഇമാമായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാണ്, അൽ ഖുർആനു ശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. ഖുർആൻ ഹൃദയത്തിലെ എന്തിനും ശമനമാണ്, ഏത് രോഗത്തിനും ശമനമാണ്. എത്രത്തോളം വെച്ചാൽ യദ്ഹബു ലിമാ യുൽഖീഹി ശൈത്താനു ഫീഹാ മിനൽ വസ്വാസി വശഹവാതി വൽ ഇറാദാതിൽ ഫസാദ്. ശൈത്താൻ അതിൽ ഖൽബിൽ ഇട്ടു തരുന്ന ദുർമന്ത്രണങ്ങളെയും അവനവന്റെ ദേഹേച്ഛകളെയും വൃത്തികെട്ട ഉദ്ദേശങ്ങളെയും എല്ലാം ആ ഖുർആൻ ഒഴിവാക്കും. അത്രത്തോളം ഹൃദയത്തെ വിശുദ്ധമാക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ അത് ശമനമാണെന്ന് പറയുമ്പോൾ കേവലം ഒരു വാക്കല്ല, അത് ഖൽബിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാണ്. നഫ്സിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ എത്ര അടുത്താണ്? 10-ാമത്തെ അധ്യായം സൂറത്ത് യൂനുസിന്റെ 57-ൽ, 17-ാം അധ്യായം സൂറത്ത് ഇസ്രാഇന്റെ 82-ൽ, 41-ാമത്തെ അധ്യായം സൂറത്ത് ഹമീം സജദ ഫുസ്സിലത്തിന്റെ 44-ൽ എല്ലായിടത്തും അല്ലാഹു പരാമർശിച്ച കാര്യമാണത്. ഒരു മുഅ്മിനിന്റെ മാനസികവും ശാരീരികവുമായ രോഗങ്ങൾക്ക് വരെ അത് ശിഫയാണെന്നാണ് അഹ്ലുസുന്നയുടെ ഇമാമുകൾ വിശദീകരിച്ചത്. പ്രിയമുള്ളവരെ, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം സംശയം, ആശയക്കുഴപ്പം, അന്ധവിശ്വാസം, കാപട്യം, വക്രത, അജ്ഞത തുടങ്ങിയ മനോരോഗങ്ങൾക്ക് അള്ളാഹുവിന്റെ ഖുർആൻ ശമനം നൽകുന്നതാണ്. അപ്പൊ ഖുർആനും മനസ്സമാധാനത്തിലുള്ള, ഖുർആൻ മുറുകെ പിടിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്നത് എന്താണ്? സമാധാനവും സ്വസ്ഥതയാണ്. മഹാനായ അബ്ദുൽ കരീം ഇബ്നു അബ്ദുല്ല അൽ ഖുലൈർ ഹഫിളഹുല്ലാ ഇന്ന് ഹൈഅത്തുൽ കിബാറിൽ മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലൊക്കെ ഉള്ള മശായിഖന്മാരായ കുറേ പണ്ഡിതന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വലിയ ആലിമാണ്, നല്ല പ്രായമുള്ളതാണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? ഖിറാഅത്തുൽ ഖുർആനി അലൽ വജ്ഹിൽ മഅ്മൂരി ബിഹി كما يقول شيخ الإسلام ابن تيمية رحمه الله تورث القلب الإيمان العظيم وتزيده يقينا وطمأنينة وشفاء. ندهم آياتودي وننزل من القرآن ما هو شفاء ورحمة للمؤمنين. അദ്ദേഹം പറയാണ്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറഞ്ഞതുപോലെ കൽപ്പിക്കപ്പെട്ടതനുസരിച്ചുള്ള ഖുർആൻ പാരായണം അതെന്താണ്? ഹൃദയത്തിൽ മഹത്തായ വിശ്വാസവും ദൃഢബോധവും ആശ്വാസവും ശമനവും പ്രദാനം ചെയ്യും. അതാണ് അല്ലാഹ് പറഞ്ഞത്, സത്യവിശ്വാസികൾക്ക് ശമനവും റഹ്മത്തുമായിട്ടുള്ളത് ഖുർആനിലൂടെ നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്.
എത്രത്തോളം എന്ന് വെച്ചാല് അഹ്കാമു ഈ റമദാനുമായി ബന്ധപ്പെട്ടതിന്റെ ഫവായിദുകളും ഹുക്കുമുകളും വിശദീകരിക്കുന്നിടത്തൊക്കെ അദ്ദേഹം വിശദീകരിക്കുകയാണ് ഫതദബ്ബുറുൽ ഖുർആൻ യൂരിസുൽ ഹുദാ വന്നൂറൽ ഇലാഹിയ്യ വൽ യഖീനി വത്തുമഅനീന യഖൂലു ഇബ്നുൽ ഖയ്യിം ഫതദബ്ബുറുൽ ഖുർആൻ ഇൻ റുംതൽ ഹുദാ ഫൽ ഇൽമു തഹ്ത തദബ്ബുരിൽ ഖുർആൻ. എന്താ വാക്കെന്നറിയോ? അതിനാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള ആലോചന സന്മാർഗവും ഇലാഹിയായ പ്രകാശവും ദൃഢതയും സമാധാനവും സമ്മാനിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ അതും മനസ്സമാധാനത്തിനുള്ളതാണ്. ഖുർആൻ അനുസരിച്ച് ഒരാൾ ജീവിച്ചാൽ ഇൻഷാ അല്ലാഹ് നാളത് സവിസ്തരം ഇവിടെ പ്രതിപാദിക്കപ്പെട്ടേക്കും. അതുകൊണ്ട് ഞാൻ ആ മേഖലയ്ക്ക് പോകല്ല. പക്ഷെ പറഞ്ഞപ്പോ അതും ഇതിന്റെ ഭാഗമാണ്. എന്തറിയോ, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു, നീ നേർമാർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഖുർആനെ പറ്റി ചിന്തിക്കുക. ഖുർആനിലുള്ള ചിന്ത ഇൽമാണ്, വിജ്ഞാനമാണ്. വല്ലാത്ത വാക്കുകളാണ്. എത്രത്തോളം വെച്ചാൽ മനോദുഃഖങ്ങൾ മാറാൻ ലോകരുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. മനോദുഃഖങ്ങൾ മാറാൻ അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക എന്നിങ്ങനെ തുടങ്ങിയിട്ട് പോകുന്ന പ്രാർത്ഥനയുടെ അവസാനത്തിൽ കാണാം അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാഅ ഹുസ്നി വദഹാബ അമ്മി. അല്ലാഹുവേ, വിശുദ്ധ ഖുർആൻ എൻ്റെ ഹൃദയത്തിന് വസന്തവും എൻ്റെ നെഞ്ചിന് പ്രകാശവും എൻ്റെ ദുഃഖത്തിന് പരിഹാരവും എൻ്റെ വിഷാദത്തെ നീക്കുന്നതുമാക്കി തീർക്കണമേ. എന്തൊരു ഹൃദ്യമായ പ്രാർത്ഥനയാണ്. ഈ വിശുദ്ധ ഖുർആൻ ഖൽബിന്റെയും ശരീരത്തിന്റെയും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്നത്. എത്രത്തോളം വെച്ചാല് വലിയ ഫഖീഹായ ശൈഖുൽ ഇസ്ലാം അല്ലെങ്കിൽ മഹാനായ ശൈഖ് ഇമാം ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഇന്നൽ ഇൻസാന യസ്തഖ്ലിസു സലാമ വഹുവ യുസ്ലി അൽ ഖുർആൻ ബിതർകീസ് വതദബ്ബുർ വലാ ബുദ്ദ അന്ന സലാമ യൻസിലു ഫീ ഖൽബിഹി ഹത്താ യസ്ല ഇലൈഹി. ശൈഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയാണ്, മനുഷ്യൻ സാവധാനത്തിലും ചിന്തിച്ചുകൊണ്ടും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ സമാധാനമിറങ്ങുന്നതാണ്. സമാധാനത്തിന്റെ ഒരു വഴി അതാണ്. തീർച്ചയായും സമാധാനം അത് പാരായണം ചെയ്യുന്നവന്റെ ഹൃദയത്തിലേക്ക് എത്തുവോളം ഇറങ്ങും. ശറഹ് റിയാദുസ് സാലിഹീൻ 4-ാം വാള്യത്തിന്റെ 659-ാമത്തെ പേജിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞെന്താ വെച്ചാല് അള്ളാന്റെ കലാം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ജീവിതത്തെ ഏറ്റവും നന്നാക്കിയെടുക്കാനും അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമുക്ക് എല്ലാ നിലക്കുള്ള റഹ്മത്തും സലാമത്തും തൗഫീഖും ഒക്കെ ലഭിക്കാനുമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 4-മതായി നമുക്ക് അല്ലാഹു സമാധാനം നൽകുന്ന വിവിധ മേഖലകളുടെ ചർച്ചകളിൽ കാണാം ഇബാദത്തുകളിലൂടെ നമുക്ക് സമാധാനം ഉണ്ടാവുന്ന. നമ്മൾ അനുഷ്ഠിക്കുന്ന ഇബാദത്തുകളിലൂടെ തൗഹീദ് മുതൽ ഏതൊക്കെ ഇബാദത്തുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ അതിലൂടെ മുഴുവനും സമാധാനം. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. 20-ാമത്തെ അധ്യായം സൂറത്ത് ത്വാഹ 132-ാമത്തെ ആയത്തിൽ എന്താ അറിയോ? വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹു പറയാണ്, മുഹമ്മദ് നബി അവിടുത്തെ കുടുംബത്തോട് താങ്കൾ നിസ്കരിക്കാൻ കൽപ്പിക്കുകയും അതിൽ നിസ്കാരത്തിൽ താങ്കൾ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യണേ. നിന്നോട് നാം ഉപജീവനം ചോദിക്കുന്നില്ല, നാം നിനക്ക് ഉപജീവനം നൽകുകയാണ് ചെയ്യുന്നത്. തഖ്വയുള്ളവർക്കാകുന്നു ശുഭ പര്യവസാനം. ഈ ആയത്തിന് തഫ്സീർ മഹാനായ ഇമാം ഹാഫിൽ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ ഒരു ഭാഗത്തെ വിശദീകരിക്കുകയാണ്. ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക. നാം നിന്നോട് ഉപജീവനം ചോദിക്കുന്നില്ല, നാം നിനക്ക് ഉപജീവനം നൽകുകയാണ് ചെയ്യുന്നത് എന്ന ആയത്തിനെ വിശദീകരിക്കുന്ന പറയാണ്. അതായത് ഇദാ അഖംതസ്സലാത അതാക റിസ്ഖു മിൻ ഹൈസു ലാ തഹ്തസിബ്. നീ നിസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ നീ വിചാരിക്കാത്ത രീതിയിൽ നിനക്ക് ഉപജീവനം വന്നെത്തും. അള്ളാഹുവിന്റെ ആയത്തിനെ വിശദീകരിച്ചിട്ട് ഇമാമിങ്ങൾ പറയണത്
അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച നിസ്കാരത്തെ ഒരാൾ കൃത്യമായി നിർവഹിച്ചാൽ അവന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിനക്ക് മഈശത്ത് വരുന്നതാണ്. നമ്മുടെ നാട്ടില് നിസ്കാരം പോലും മാറ്റിവെക്കുന്നതിനറിയോ? ഉപജീവനത്തിന്റെ പേരില. എന്തേ മഗ്‌രിബ് ജോലി ഉണ്ടായിരുന്നു? എന്തേ ഇശാസ്കരിക്കാത്ത? ജോലി സ്ഥലത്തായിരുന്നു. എന്തേ സുബഹിസ്കരിക്കാത്ത? ജോലി കഴിഞ്ഞ് രാത്രി വന്ന് കിടന്നുറങ്ങി, പിന്നെ എണീറ്റില്ല. എന്തേ ളുഹറില്ലാത്തത്? അവിടുന്ന് പോകാൻ പറ്റൂല. എന്തേ അസറിസ്കരിക്കാത്ത? ഒക്കെ ഈ ചില ആൾക്കാർ പറയും ചെയ്യും, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി നിസ്കാരം നിസ്കാരം എന്ന്. ബാക്കിയുള്ളവനെ ഇപ്പം ഇതിൻ്റെ ഇടങ്ങ രണ്ടറ്റം മുട്ടാനുള്ള പെടാപ്പാട് നമുക്കറിയുള്ളൂ. എൻ്റെ ഒരു കസിൻ സുഹൃത്ത് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കുറേ ഹിന്ദിക്കാരെ ആൾക്കാരുണ്ട്. പലരുടെയും പേര് നൂറുൽ ഇസ്ലാം, അതുപോലെ അങ്ങനെ എന്താണ് വളരെ പ്രധാനപ്പെട്ട നമ്മൾ ഷംസു, നൂറ്, ഖമർ എന്നൊക്കെ പറഞ്ഞ് വളരെ പേരൊക്കെ കേട്ടാൽ തോന്നുന്നു ഏതോ ആലിമുൽ അല്ലാമ്മമാരെന്ന്. അങ്ങനത്തെ പേരുകളാണ്. പക്ഷെ നിസ്കരിക്കൂല. അപ്പൊ അദ്ദേഹം അവർക്ക് മനസ്സിലാകണ ഭാഷയിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞെടുത്തു. കയ്യിലൊക്കെ ചരടും ഏലസൊയ്ക്കലൊക്കെ ഉണ്ട്, അതൊക്കെ ഊരി മാറ്റി. എന്നിട്ട് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ വാക്കെന്നറിയോ? ഞങ്ങളും നിസ്കരിക്കലില്ല, ഞങ്ങൾക്ക് ശീലമില്ല. മാത്രമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ജീവിതമാർഗമാണ്, ഞങ്ങൾക്കൊക്കെ അള്ളാഹ് പുറത്തുവരുന്നതാണ്. ശരിയാണ്, അള്ളാഹ് പുറത്തിറക്കും. തൗബീദ് മടങ്ങിയാൽ അള്ളാഹു പുറത്തുവരും. തൗഹീദ് ഉണ്ടെങ്കിൽ അള്ളാഹ് പുറത്തുവരും. പക്ഷെ ആളുകൾക്കൊരു പൊതുവെ ധാരണ ഉള്ളത് എന്താന്ന് വെച്ചാൽ, ഇസ്ലാമികമായ മാർഗങ്ങൾ കൃത്യമായി പാലിച്ച് ജീവിച്ചാൽ ചിലപ്പോൾ ജീവിതം മുട്ടിപ്പോകുന്നാണ് അവർ വിചാരിക്കുക. അല്ല പ്രിയമുള്ളവരെ, ദീൻ അനുശാസിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലാഹു തആല നമ്മളെ സഹായിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിസ്കരിച്ചാൽ റിസ്ക് ഉണ്ടാക്കി തരുന്നവർ. നിസ്കരിച്ചാൽ റിസ്ക് ഉണ്ടാക്കി തരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഇമാം തൊബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, തന്റെ കുടുംബത്തിന് ഞെരുക്കവും പ്രയാസം ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് കൽപ്പിച്ചുകൊണ്ട് ഈ ആയത്തോതുമായിരുന്നു. ഏത്? ഇപ്പൊ നമ്മൾ ഓതിയ ആയത്ത്, നിന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക എന്ന ആയത്തോതും. എന്തുണ്ടായാൽ? ജീവിതത്തിൽ കുടുംബത്തിൽ ഞെരുക്കവും പ്രയാസം ഉണ്ടായാൽ. നിങ്ങൾ ആലോചിക്കും, ഞെരുക്കവും പ്രയാസം ഉണ്ടായാൽ ഇസ്ലാം പഠിപ്പിക്കണം തരുമോ? അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തികൾ ചെയ്യാനാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാണ്, നിസ്കാരം എന്തൊക്കെ കിട്ടും നിസ്കാരം കൊണ്ട്? മജ്ലബത്തുൽ റിസ്ഖ്, ഹാഫിളത്തുൽ ലിസ്സിഹ, ദാഫിഅത്തുൽ ലിൽ അദാ, മുത്രിദത്തുൽ ലിൽ അദ്വാ, മുഖവ്വിയത്തുൽ ലിൽ ഖൽബ്, മുബയ്യിലത്തുൽ ലിൽ വജ്ഹ്, മുഫ്രിഹത്തുൽ ലിനഫ്സ്, മുദ്ഹിബത്തുൽ ലിൽ കസൽ. ആരോഗ്യം, റിസ്ഖ് ഉണ്ടാക്കി തരും. ആരോഗ്യം നിലനിർത്തും, അപകടങ്ങളെ തടയും, രോഗങ്ങൾ അകറ്റി നിർത്തും, ഹൃദയത്തിന് ശക്തി പകരും, മുഖപ്രസന്നതയുണ്ടാക്കും, ശാരീരിക ഉന്മേഷമുണ്ടാക്കും, അലസത മാറ്റും. സാദുൽ മആദിൽ ഉദ്ധരിക്കാൻ ഈ പറഞ്ഞത് മുഴുവനും അദ്ദേഹത്തിന്റെ വക പറഞ്ഞല്ല, കൃത്യമായ നുസൂസുകളെ, പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി വിശദീകരിച്ച എല്ലാ ഇബാദത്തും അങ്ങനെ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കും, ഇബാദത്തുകൾക്ക് ഭൗതികമായി തന്നെ മെച്ചങ്ങളുണ്ട്, ആഖിറമായ മെച്ചം വേറെ തന്നെ. അപ്പൊ നിസ്കാരത്തെ കുറിച്ച് തന്നെ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ നിങ്ങൾ നിസ്കരിക്കണേ എന്നാണ് ദിക്റാണ്. ആ നിസ്കാരത്തെ കുറിച്ച് അതിന്റെ ഫവായിദ് പറഞ്ഞെടുത്ത് കാണാം. ഇന്നസ് സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിശ്ചയമായി നിസ്കാരം നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിന്ന് നിസ്കരിക്കുന്നവനെ തടയുമെന്നാണ്. നിസ്കാരത്തിന്റെ ബെനിഫിറ്റ്സ് മൂന്നാമത്തെ അപ്പം നമ്മൾ പഠിച്ച്. അപ്പോൾ ഒന്ന്, അള്ളാനെ ഓർക്കാൻ; രണ്ട്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ; മൂന്ന്, ഉപജീവനം വിശാലമാകാൻ ചെയ്യേണ്ട ഒറ്റ കർമ്മം എന്താ? അസ്സലാ. എനിക്ക് ഓരോന്ന് വിശദീകരിക്കാൻ നേരമില്ലാത്തതുകൊണ്ടാണ് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞത്. നിങ്ങൾ അലിച്ചക്ക് സ്വതക്കയെ കുറിച്ച് എടുത്തു. നിങ്ങൾ സ്വതക്ക ഈ മാസത്തിൽ നമ്മൾ സ്വതക്ക കൊടുക്കുന്നവരാണ്. ഇനി വരാൻ പോണ മാസത്തിൽ ഇൻഷാ അല്ലാഹ് സ്വതക്കയുടെ ആളുകളാണ്. 365 ദിവസവും പറ്റുകയാണെങ്കിൽ സ്വതക്ക കൊടുക്കേണ്ടവർ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സക്കാത്ത് പറയും, കഴിവിന്റെ പരമാവധി എന്താണോ പറ്റുക, ഹലാലും തൊയ്യിബായത് മറ്റൊരൊക്കെ കൊടുക്കുക. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഈ സ്വതക്കയെ കുറിച്ച് പരിശോധിച്ച് നോക്കിയും, സ്വതക്ക സ്വർഗത്തിലുള്ളതാണ്. സ്വതക്ക നരകമോചനത്തിൻ്റെതാണ്. സ്വതക്ക കഫാറത്താണ്. സ്വതക്ക ഭൗതികമായി മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പ്രതിസന്ധിയാണ്. നിങ്ങൾ കണ്ടില്ലേ, ബോർഡ് അല്ല, ക്ഷമിക്കണം, എല്ലാ പള്ളിയുടെയും മുന്നിലുണ്ടാവില്ല ചെറിയൊരു പെട്ടി. ആ പെട്ടിന്റെ മേലെ എന്ത് എഴുതിയത്? ദാനം. ഈ ബാക്കി പറയുന്നത് ദാനം ആപത്തുകളെ തടയും. നമ്മൾ കൊടുത്തതിനാ? ആപത്ത് തടയാനാ? അല്ല, സ്വർഗം കിട്ടാനാ. 4-5 മെച്ചങ്ങൾ ഞാൻ പെണ്ണിയത്.
ഇനി ഒരുപാടുണ്ട്. എല്ലാ ഇബാദത്തും എങ്ങനെയാണ്? എല്ലാ ഇബാദത്തും എങ്ങനെയാണ്? നോമ്പിനും അതുപോലെ തന്നെയാണ്, സക്കാത്തും അതുപോലെ തന്നെയാണ്, ഉംറയും അങ്ങനെയാണ്, ഹജ്ജും അങ്ങനെയാണ്. നമ്മൾ അനുഷ്ഠിക്കുന്ന ഏതേത് ഇബാദത്തുകൾ മുഴുവനും അങ്ങനെയാണ്. എന്തിനേറെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നമ്മൾ ചൊല്ലാറുള്ള സ്വലാത്ത് പോലും ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. സ്വലാത്ത് പൊതുവേ നമ്മളെക്കുറിച്ച് ഈ ഖുറാഫാത്തിന്റെ അഹലുകാർക്കുള്ളൊരു പരാതി എന്താ വെച്ചാൽ, അവർക്ക് നബിയോട് സ്നേഹമില്ല. നബിനൊരു സാധാരണ ലാസ്റ്റ് കേട്ടാൽ ചിലപ്പോൾ വിചാരിക്കുക നബിനെ അരണറ്റാക്കിയെന്നാണ്. അങ്ങനെ ഒരു മനുഷ്യനായി കാണുന്നു, ഒരു സാധാരണ മനുഷ്യൻ അല്ലേ, അങ്ങനെ കാണുന്നത്. നബിക്കൊരു പ്രത്യേകത ഒന്നുമില്ല എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. മാത്രമല്ല, ഇവരാരും നബിന്റെ പേര് കേട്ടാലോ അല്ലാതെയോ നബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാറില്ല. സുബ്ഹാനല്ലാഹ്. പച്ചക്കളവല്ലേ പറയണത്? പച്ചക്കളവാണെന്ന് ഓൽക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷെ എന്നാലും ചിലർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ഞാനൊക്കെ ചെറുപ്പത്തില് ഈ സമസ്ത അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ പേര് പറയാൻ ആഗ്രഹിച്ചില്ല, അത് ഞങ്ങൾ കത്തിരി വെച്ച് കളഞ്ഞാളാണ്. ആ ഖുറാഫാത്തിന്റെ അഹലുകാരിന്ന് പോകുന്ന ആളാണ്. എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ ധരിച്ച് നിങ്ങളെ കുറിച്ചൊക്കെ അങ്ങനെയാണ്. നിങ്ങളൊക്കെ തൗഹീദിന്റെ ആൾക്കാരല്ലേ ഇൻഷാ അല്ലാഹ്. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല, അവർക്ക് നബി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനാണ്, അങ്ങനെയൊക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്. പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലായത്, സത്യത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിക്കണ നബി എന്താന്ന് മനസ്സിലായപ്പോഴാണ്, അള്ളാഹുവെ, അല്ല കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിന്റെ റസൂലിനോളം ഹുബ്ബ് ലോകത്തൊരാളോടും ആ നിമിഷം മുതൽ പിന്നെ ഉണ്ടായിട്ടില്ല ഇൻഷാ അല്ലാഹ്. ആ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നതിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ കിട്ടുന്ന ബെനിഫിറ്റ്സ് എത്രയെന്ന് അറിയങ്ങള്. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് കേട്ടാൽ മാത്രമല്ല, വെള്ളിയാഴ്ചകളിൽ പ്രത്യേകം, ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു പ്രത്യേകം, ഇന്നലെ മഗ്രിബ് മുതൽക്ക് ഇന്ന് അസർ വരെ, അല്ലെങ്കിൽ ഒറൂബ് സൂര്യാസ്തമയം വരെ അല്ലേ, മഗ്രിബിന്റെ ഏകദേശം സമയം വരെയും സ്വലാത്ത് പ്രത്യേകം സുന്നത്താണ്. എത്ര സന്ദർഭങ്ങളിൽ നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ, ഇവിടെ ദർസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പ്രഭാഷണം തുടങ്ങുമ്പോൾ നമ്മൾ ചൊല്ലി, അവസാനത്തിലുണ്ടാവും. സദസ്സിന് പിരിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്വലാത്തെല്ലും, ജീവിതത്തിന്റെ പല പ്രതിസന്ധികളിൽ നമ്മൾ സ്വലാത്തെല്ലും, എല്ലായിടത്തും സ്വലാത്തെല്ലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മെച്ചെന്താ? ഒരു സ്വലാത്തിന്റെ മെച്ചത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞ്, മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റ. 10 പ്രതിഫലമാണ് അല്ലാഹു തരാ, ഒറ്റ സ്വലാത്തിന് 10. വേറൊരു ബെനിഫിറ്റ്സ് എന്താ? വേറൊരു ലാഭം എന്താ? വേറൊരു മെച്ചം എന്താ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരാളിങ്ങനെ വന്നു നബിന്റെ അടുത്ത്, നബിയെ, ഞാൻ അവിടത്തേക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലട്ടെയോ? ആയിക്കോട്ടെ, ഞാൻ ചൊല്ലുന്നതിന്റെ 4/3 ഭാഗവും സ്വലാത്താക്കട്ടെയോ? അതിങ്ങനെ ചുരുക്കി 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 അവസാനം അദ്ദേഹം ചോദിക്കാണ്, ഞാൻ സ്വലാത്ത് മാത്രം ചൊല്ലട്ടെയോ എന്ന്. അപ്പൊ നബി ഒരിക്കലും പറഞ്ഞില്ല, വേണ്ട മോനെ, അത് ഖുറാഫാത്തൊന്നും നബി പറഞ്ഞില്ല. അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അള്ളാഹിന്റെ റസൂൽ അയാളോട് പറഞ്ഞ വാക്കെന്തറിയോ? ഹദീസിൽ കാണാ, എങ്കിൽ അത് നിന്റെ പാപത്തെ പൊറുപ്പിക്കും, നിന്റെ ദുഃഖത്തെ നീക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ സ്വലാത്തിന്റെ മെച്ചെന്താ? പാപം പൊറുക്കും, ദുഃഖത്തെ നീക്കുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമായ ഒരു ഇബാദത്താണ്, എത്ര ഹൃദയസ്പൃക്കായ, എത്രത്തോളം നമ്മുടെ ഖൽബിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടുന്ന ആ സ്വലാത്തുമായി ബന്ധപ്പെട്ട വാചകങ്ങളുടെ വിശാലത. നിസ്കാരത്തിൽ പോലും നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്, വറഫഅനാ ലക ദിക്റക്, നബിയെ, അവിടത്തേക്കുള്ള കീർത്തി, അവിടത്തേക്കുള്ള കീർത്തിയെ ഞാൻ അവിടത്തേക്ക് വർദ്ധിപ്പിച്ചു തന്നിരിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ കീർത്തിയെ ഞാൻ ഉയർത്തിയിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് പോലും ബാങ്കിൽ, ഇഖാമത്തിൽ, അതല്ലാതെ സ്വലാത്തിലും ഓർക്കപ്പെടുന്ന നാമമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ അത് നമ്മൾ മുറുകെ പിടിക്കേണ്ടതാണ്. എല്ലാ ഇബാദത്തും അങ്ങനെ തന്നെയാണ്. അത് ദിക്റായാലും ദുആയാലും അദ്കാറുകളായാലും എല്ലാം, എല്ലാറ്റിനും ഒരുപാട് ഫായിദകളുണ്ട്. പരലോകത്ത് വേറെ, ദുനിയാവിൽ വേറെ. എല്ലാറ്റിലുപരി ഇതൊക്കെ മനസ്സിന് സ്വസ്ഥതയും സമാധാനം ഉണ്ടാക്കി തീർക്കുന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി, ഈ ഇബാദത്തുകളൊക്കെ മുറുകെ പിടിക്കുന്നൊരു കുടുംബം, ഇപ്പൊ നമ്മളൊക്കെ കുടുംബങ്ങളാണ്, ഈ കുടുംബ ജീവിതവും മനസ്സമാധാനത്തിൻ്റെതാണ്. എൻ്റെ കുഞ്ഞനുജത്തി ഇവിടെ സമീഹ ബിൻത്ത് ജാഫർ, മാഷാ അല്ലാഹ്, ബറക്കല്ലാഹ്, നല്ല ഖിറാഅത്ത്, അല്ലാഹു തആല ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. അവിടുത്തെ മാതാപിതാക്കൾക്കും അല്ലാഹു അതിൻ്റെ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ കുട്ടികളൊക്കെ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നല്ല അവഗാഹമുള്ള പണ്ഡിതന്മാരും പണ്ഡിതകളുമാക്കി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ചൊക്കെ, അള്ളാഹുവിൻ്റെ ഈ ഖുർആനിലെ ഒരു ആയത്ത് ആ സഹോദരി ഇങ്ങനെ ഓതിപ്പോന്ന സൂറത്ത് റൂമിലാണ്.
ആ ആയത്തുകളുടെ കൂട്ടത്തില് 21-ാമത്തെ ആയത്ത് സഹോദരി ഓതി എന്തറിയോ? അനുജത്തി, കുഞ്ഞനുജത്തി ഓതിയത് ومن آياته أن خلق لكم من أنفسكم أزواجا أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. നിങ്ങൾക്ക് സമാധാനപൂർവം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. നോക്കൂ, നിങ്ങൾ പുരുഷന് പെണ്ണ്, ആണിന് പെണ്ണിനെ ഇണയാക്കിയത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. എന്തിനാണ് ഒരു ഭാര്യ, എന്തിനാണ് ഭർത്താവ്, എന്തിനാണ് ദാമ്പത്യം? ഭാര്യ ഭർത്തൃ ജീവിതത്തിന്റെ അടിസ്ഥാനം സമാധാനത്തിലുള്ള ജീവിതമാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, എങ്ങനെയാണ് സമാധാനം ഉണ്ടാകുക? ഏതോ ഒരു വീട്ടിൽ നിന്ന് കടന്നു വന്ന ഒരാൾ, ഏതോ ഒരു വീട്ടിൽ നിന്ന് കടന്നു വന്ന മറ്റൊരാൾ, ഈ രണ്ടുപേരും ഒരുമിക്കുമ്പോൾ എങ്ങനെ സമാധാനം ഉണ്ടാകും? അള്ളാഹു പഠിപ്പിച്ചു, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നാം നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ. അത്ഭുതമാണ്. ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, സമാധാനം. ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. ആ ഇസ്ലാമിലായി ജീവിക്കുന്ന മുസ്ലിമിന്റെ വാക്ക്, മുസ്ലിം എന്ന വാക്കിന്റെ മായനയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സമർപ്പണത്തിലൂടെ സമാധാനം നേടിയവൻ. ആദർശം സമാധാനമാണ്, ജീവിതം സമാധാനമാണ്. ജീവിതത്തിലേക്കൊരു പ്രഭാതത്തിൽ കയറി വന്ന ഇണയും സമാധാനമാണ്. ഇനി അവർ രണ്ടുപേരും താമസിക്കുന്ന വീട്ടിലാണ്. വീടിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന. വീടും അല്ലാഹു സമാധാനമാണെന്നാണ് പറഞ്ഞത്. വീടും സമാധാനം, ബൈത്തുൻ യസ്കുനുഹു, അതും സമാധാനം. ഇനി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മരണം, ആ മരണത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, റൂഹിനെ പിടിക്കുന്നിടത്ത്, ഒരു മുഅ്മിനിന്റെ റൂഹിനെ പിടിക്കുന്നിടത്ത് മലായികത്തുകൾ ആശംസ നേരുന്ന വാചകമാണത്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. അവസാനം തിരിച്ചു പോകാനുള്ളത് എവിടേക്കാണ്? സ്വർഗത്തിലേക്കാണ്. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അതും സമാധാനമാണ്. ജീവിതം സമാധാനം, ആദർശം സമാധാനം, ഇണതുണകൾ സമാധാനം, കുടുംബജീവിതം സമാധാനം, മരണവും സമാധാനം, മരണാനന്തര ജീവിതവും സമാധാനം. അല്ലാഹു അക്ബർ. പലപ്പോഴും നമ്മൾ ആരുതൊന്ന് ആലോചിക്കൽ, പലപ്പോഴും ആരും ആലോചിക്കാറില്ല. ശരിക്കും എങ്ങനെ അവിടെ സമാധാനം ഉണ്ടാകുന്ന നിങ്ങൾ? ഒരു കുടുംബ ജീവിതത്തിൽ എങ്ങനെ സമാധാനം ഉണ്ടാകുക? നിങ്ങൾ ആലോചിക്കുന്ന ആദ്യത്തെ ഒരു വിവാഹത്തിന്റെ ആദ്യത്തെ കാല അളവിൽ പലപ്പോഴും അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത നമുക്ക് അളക്കാൻ കഴിയില്ല, അത്രയാണ്. ഒരു നോട്ടത്തിൽ പോലും സന്തോഷം കണ്ടെത്തുന്നവർ, ഒരു സ്പർശനത്തിൽ സന്തോഷം കണ്ടെത്തുന്നവർ, കഴിച്ചതിന്റെ ബാക്കി കഴിക്കുന്നിടത്ത് സന്തോഷം കണ്ടെത്തുന്നവർ, ഒരുമിച്ച് യാത്ര ചെയ്യുന്നിടത്ത്, ഇരിക്കുന്നിടത്ത്, ഒളിഞ്ഞു നോക്കുന്നിടത്ത് പോലും, എന്തിന് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒളിഞ്ഞു നോക്കുന്നിടത്ത് പോലും സന്തോഷം കണ്ടെത്തുന്ന ഒരു കാലഘട്ടം. കല്യാണം കഴിച്ചവർ കേട്ടതൊക്കെ മനസ്സിലാവുള്ളൂ, അല്ലാത്തൊരു ക്ഷമിക്കതായിട്ട് സോറി. കല്യാണം കഴിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. പ്രായമുള്ള ആൾക്കാരുണ്ട്, അവരൊക്കെ അനുഭവിച്ചാണത്. പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രായമായാലും ഈ അനുഭവം അവസാനിപ്പിക്കരുത്. കാരണം എന്താ അറിയോ? 63 വയസ്സ് കഴിഞ്ഞിട്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങണത്, വഫാത്താണ്. അതിനു മുമ്പ് അത്യാവശ്യം പ്രായമുള്ളപ്പോൾ തന്നെയാണ് നമ്മളെ ഉമ്മ ആയിഷ ബീവിൻ്റെ കൂടെയും, നമ്മളെ ഉമ്മ ഉമ്മു സലമിൻ്റെ കൂടെയും, നമ്മളെ ഉമ്മ സൈനബാൻ്റെ കൂടെയും, നമ്മളെ ഉമ്മ ഹഫ്സൻ്റെ കൂടെയൊക്കെ റിദ്വാനുല്ലാഹി അലൈഹിം കുല്ലിഹിം അജ്മഈൻ നബി കളിച്ചതും ഇരുന്നതും ഒരുമിച്ച് ജനാബത്ത് കുളിച്ചതും ഒരു പാത്രത്തിൽ തിന്നതും പരസ്പരം തീറ്റിച്ചതും ഓട്ട മത്സരം നടത്തിയതൊക്കെ നമ്മളെ ഉമ്മമാരെ കൂടെയാണ്. പ്രായമായിട്ട് ചില ആൾക്കാർ മനസ്സിലാക്കിയ എന്താ വെച്ചാൽ, ഒരു കുട്ടി, 2 കുട്ടി, 3 കുട്ടിയൊക്കെ ആകുന്നവരെ മാത്രമേ ഈ രസങ്ങളൊക്കെ വേണ്ടുള്ളൂ എന്നാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ മൂപ്പര് വേറെ റൂമിലും, 37 വേറെ റൂമിലും.
ഒരു 4 മക്കളുണ്ടെങ്കിൽ ഉമ്മ എവിടെ വെച്ചാൽ അമ്മ വലിയവൻ്റെ അവിടെ, ഓം വാപ്പ ചെറിയവൻ്റെ അവിടെ. ഐറ്റങ്ങൾ തമ്മിലൊരു ബന്ധമില്ല, ഒരിക്കലും ചെയ്യരുത്. വളരെ മോശമാണ്. അവർക്ക് അവരുടേതായ ലോകം നമ്മൾ തുറന്നു കൊടുക്കണം. അങ്ങനെ അവർ ദാമ്പത്യ ജീവിതത്തിന്റെ ലോകത്താണ്. ഇവിടെ എങ്ങനെയാണ് ഭാര്യയും ഭർത്താവുമായി ജീവിക്കുമ്പോൾ സമാധാനം ഉണ്ടാകുക? ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിലേക്ക് വന്ന സമാധാനം ഉണ്ടാവും. ഇസ്ലാം അനുശാസിക്കുന്ന രീതി ഏതാണ്? ഇസ്ലാം അനുശാസിക്കുന്ന രീതി ഭർത്താവിനോട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്, റസൂല് കൽപ്പിക്കുന്നുണ്ട്. ഭാര്യയോട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്, റസൂല് കൽപ്പിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിനുള്ള കൽപ്പന എന്തറിയോ? വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലയിൽ ഇണയോട് പെരുമാറണം. നല്ല നിലയിൽ ആശ്റൂഹുന്ന ബിൽ മഅറൂഫ്, സൗമ്യമായി, സ്നേഹത്തോടെ, പരിഗണനയോടെ. അതേസമയം തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയുണ്ട്, അൻ തുതിഇമഹാ ഇദാ തുഇംത വതക്സൂഹാ ഇദാ തസൈത വലാ തദ്രിബിൽ വജ്ഹ വലാ തുഖബ്ബിഹ് വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്. 5 കാര്യങ്ങളാണ്. നീ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അവളെയും ഭക്ഷണം കഴിപ്പിക്കണം, നീ വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ അവളെയും വസ്ത്രം ധരിപ്പിക്കണം. ഒരിക്കലും ഒരു ഭാര്യയുടെ കരണത്തടിക്കരുതേ. തല്ലാൻ പാടില്ല, കരണത്തെല്ലാം പാടില്ല, അടിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആകെ ഉള്ളത് എന്തറിയോ? നിസ്കരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പോലുള്ളത് എന്തറിയോ? പരസ്പരമുള്ള പ്രതികാരങ്ങളാണ്. ചിലയിടത്തൊക്കെ കാണാം അങ്ങോട്ടും അടിക്കും ഇങ്ങോട്ടും കിട്ടും. അങ്ങനെയാണ് ഇപ്പം. അങ്ങനെയാണ്. പണ്ടൊക്കെ കൊള്ളലായിരുന്നു, ഇപ്പൊ തിരിച്ചു കൊടുക്കൽ തുടങ്ങിക്കണം. അതുകൊണ്ട് വല്ലാതെ നമ്മളാരും എന്ത് ചെയ്യണ്ട, പണിക്ക് നിൽക്കും വേണ്ട. വല്ലാത്തൊരു അപകടമാണ്, പാടില്ല. ഇതിനെയോ വല്ലാത്ത കബ്ബി, വഷളാക്കരുത്, കുത്തി പറയരുത്, മോശാക്കി പറയരുത്. അതുപോലെ വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, കിടപ്പറയിലല്ലാതെ വെടിയരുതേ. കിടപ്പറയിൽ, ബെഡ്റൂമിൽ മാത്രമേ. ഇടയിൽ അഭിപ്രായവ്യത്യാസമൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ദാമ്പത്യ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ഞാൻ എപ്പോഴും പറയാറുള്ള വെച്ചാൽ, ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചാണ്ടല്ലോ ഒരു നേർവര, അങ്ങനെ ഒരിക്കലും കുടുംബജീവിതം പോവില്ല കൂട്ടരെ. അതിന് വളവും തിരിവൊക്കെ ഉണ്ടാവും. ഒക്കെ ഒടിയാതെ, പൊട്ടാതെ, മുട്ടാതെ, തട്ടാതെ നേരെ ഇങ്ങനെ കൊണ്ടുപോകുക. കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ജീവിതത്തിൽ അങ്ങനെയാണ്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്തറിയോ? ആദ്യം അവനാൻ്റെ ബെഡ്റൂമിൽ തന്നെ തീർക്കണം എന്നാണ്, അല്ലെ വീടിൻ്റെ അകത്തുനിന്ന്. അവിടെ പരിഹരിക്കാത്തത് മാത്രമേ ബാപ്പൻ്റെ അടുത്ത് ഉമ്മൻ്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എങ്ങനെ വെച്ചാൽ, എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, ഓളോട് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ ഓനോട് ഇറങ്ങിപ്പോയി. പിന്നെ നാട്ടുകാരൊക്കെ അറിയുമ്പോഴാണ് പിന്നെ പുരക്കാർ പറയുന്നത്. പൊതുവേ നാട്ടിലെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പണ്ടേ മലപ്പുറം ജില്ലക്കാർ പറയും. അതായത് വിവാഹത്തിന്റെ ആദ്യത്തെ 6 മാസം ഓള് പറഞ്ഞൊക്കെ, ഓൻ പറഞ്ഞൊക്കെ ഓള് കേൾക്കും. പിന്നത്തെ 6 മാസം ഓള് പറഞ്ഞൊക്കെ ഓനും കേൾക്കും. പിന്നുള്ള കാലം ഓല് രണ്ടാളും പറയണം, നാട്ടുകാരൊക്കെ കേൾക്കും. അപ്പൊ ഏകദേശം തീരുമാനം ഉണ്ടാവും. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോരുത്. ദാമ്പത്യ ജീവിതത്തെ മുറുകെ പിടിക്കാൻ, അതിനെ തിരിച്ചു പിടിക്കാൻ അള്ളാന്റെ റസൂലാണ് നമ്മുടെ മുന്നിൽ മാതൃക. എല്ലാ കാര്യത്തിലും എല്ലാവർക്കും നല്ല എന്താ പറയാ ജാഗ്രതയും നല്ല കാഴ്ചപ്പാടൊക്കെ ഉണ്ടാവും. പക്ഷെ കുടുംബ ജീവിതത്തിലേക്ക് വരുന്നിടത്ത് മാത്രം, അവിടെ മാത്രം നമ്മൾ മുഹമ്മദ് നബിനൊന്നും എടുത്തു വെച്ചത്. ബാക്കിയുള്ളിടത്തൊക്കെ ചില ആൾക്കാർക്ക് നല്ല താടി ഉണ്ടാവും, ഞെരിയാണിക്കുമ്പോൾ വസ്ത്രം ഉണ്ടാവും. ചില സഹോദരിമാരങ്ങനെ ഇസ്ലാമിൻ്റെതായ ജലാബികളൊക്കെ പാലിക്കും. പക്ഷെ ദാമ്പത്യത്തിലേക്ക് വരുന്നിടത്ത് റസൂലുണ്ടാവില്ല, നമ്മുടെ ഉമ്മമാരുണ്ടാവില്ല. അത് നമ്മുടെ പ്രശ്നമാണ്. അള്ളാഹുവിന്റെ റസൂലിനേക്ക് വന്നാൽ എന്താ ഏറ്റവും നല്ലത്? നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ തങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവരാണ്. ഞാൻ എൻ്റെ ഭാര്യമാരോട്, എൻ്റെ അഹ്ലുകാരോട് നന്നായി പെരുമാറുന്നവനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗഹീദുള്ളവർ പോലും കുടുംബജീവിതത്തിൽ പിടിവള്ളി വിട്ടുപോയ അവസ്ഥ ഉണ്ട്. സുന്നത്ത് മുറുകെ പിടിക്കുന്നവരുടെ ഇടയിൽ പോലും ഈ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട്, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ആ സുന്നത്തിന്റെ കണ്ണി അറ്റുപോയവരുണ്ട്. നമ്മളെന്ത് ചെയ്യുന്നറിയോ? മുറുകെ പിടിക്കണം. അങ്ങനെ അറ്റുപോകുമ്പോഴാണ് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകല്. അങ്ങനെ അറ്റുപോയിട്ടുണ്ടായ പ്രശ്നങ്ങളാണ് എന്തറിയോ? നാട്ടിൽ കാണുന്ന പല തോന്നിവാസങ്ങളിലേക്ക് നമ്മുടെ മക്കൾ കടന്നു പോകാനുള്ള കാരണം, പല പ്രശ്നങ്ങളിലേക്കും മക്കൾ എടുത്തെറിയപ്പെടാനുള്ള കാരണം. നോക്കി നിങ്ങൾ, നമ്മുടെ നാടുകളിൽ ഇന്ന് കാണുന്ന ഡ്രഗ് അഡിക്ഷന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലേക്ക് ഈ സമൂഹം എത്തിപ്പെട്ടതിൻ്റെ പുറകിൽ കൃത്യമായൊരു പാരന്റിങ്ങിന്റെ പ്രശ്നമാണ്. മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടെന്നാലും ഞാൻ പറയാണ്, നമ്മളെ കുട്ടികളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം, നമ്മളെ മക്കൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. സമൂഹത്തിൽ വലിയ അസ്വസ്ഥത വന്നതാണ്. കുടുംബജീവിതം ശിഥിലമാകുന്നിടത്താണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ മുളപൊട്ടുന്നത്. ഞാൻ ശരിക്കൊരു ഡി അഡിക്ഷൻ സെന്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു കൗൺസിലറാണ്. എൻ്റെ മുന്നിൽ വരുന്ന ഓരോ ദിവസവും കാണുന്നൊക്കെ 10 വയസ്സ്, 12 വയസ്സ്, 15 വയസ്സ്, എത്ര ചെറിയ കുട്ടികളൊക്കെ വരികയാണ്. എവിടുന്ന് അവർക്ക് സാധനം കിട്ടണമെന്ന് നമുക്കറിയില്ല.
ബാപ്പാക്കും ഉമ്മാക്കും ഒരു ധാരണയില്ല. കണ്ണുനീരോടുകൂടി തുടച്ചിട്ടൊരു പറയാണ്, എന്താ ചെയ്യാ, ഞാൻ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല, കണ്ണുനീരോടുകൂടി. പലർക്കും അറിയില്ല അവനെ മക്കള് ഏതൊരു രീതിയിലാണ് പോണെന്നൊക്കെ. അതുകൊണ്ട് നല്ല ജാഗ്രത ശരിക്കും നമുക്ക് വേണ്ടതുണ്ട് എന്നത് ഞാൻ ഒരു പൊതുവായി പറയാണ്. അത് നിങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടുംബ ജീവിതം നല്ല കെട്ടുറപ്പിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് സമാധാനം കണ്ടെത്താൻ പറ്റുള്ളൂ. ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറയുന്നത് പ്രണയ വിവാഹങ്ങളായിരുന്നു. പിന്നെ ആ പ്രണയ വിവാഹത്തിന് ചെറിയൊരു മാറ്റം വന്നു, അത് മിശ്ര വിവാഹമായി മാറി. പിന്നീട് ആ മിശ്ര വിവാഹം വീണ്ടും മാറ്റം വന്നു. നമ്മളിപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജെൻഡർ മാരേജ് ആണ്. ഒരേ വർഗത്തിൽപ്പെട്ടവർ പരസ്പരം വിവാഹം കഴിക്കുന്ന ഒരു ദുരന്തം. ചിലപ്പോൾ വിവാഹം എന്ന് പറയാൻ പറ്റില്ലായിരുന്നു, തോന്നിയാസല്ല പറയാം, പേക്കൂത്ത് എന്നല്ല പറയാം. ആണിനെയും പെണ്ണിനെയും സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം. എന്നിട്ട് അതിന് നിയമപരമായ പരിവേഷങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടം. അവിടെ എന്തും എന്താ പറയാ, എന്തും അംഗീകരിക്കപ്പെടുന്ന എല്ലാറ്റിനും ഒരു ശാസ്ത്രീയതയുടെ മാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, എന്തിനേയും ഭരണഘടനാ ആനുകൂല്യങ്ങൾ വെച്ച് സാധൂകരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്താൻ ശരിക്കും നമ്മൾ മുറുകെ പിടിക്കണം നമ്മുടെ കുടുംബത്തെ. ഞാൻ വിശാലമായിട്ട് പറഞ്ഞു പോകല്ല. പ്രിയമുള്ളവരെ, ഞാൻ ഇത്രയും പറഞ്ഞത് സമാധാനത്തിന്റെ വഴികളായി അള്ളാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലും വിശദീകരിക്കപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്. ഓരോ രംഗങ്ങള്, ഓരോ മേഖലകൾ പ്രത്യേകം എടുത്താൽ ആ മേഖലകളൊക്കെ ചർച്ച ചെയ്ത് പോകാൻ മാത്രമുള്ളൊരു സമയത്തിന്റെ സമയമെല്ലാം നമുക്ക് ഉള്ളതുകൊണ്ടാണ് ചിലത് മാത്രം ഞാൻ സൂചിപ്പിച്ചു പോയത്. ഇവിടെ വലിയൊരു അസ്വസ്ഥത എന്താണെന്ന് വെച്ചാൽ കുടുംബജീവിതത്തിലെ താളം തെറ്റലുകളാണ്. പല പ്രശ്നങ്ങളും പല മക്കളുടെയും ഈ ഇത്തരം ഡ്രഗിലേക്കുള്ള അല്ലെങ്കിൽ ഡ്രഗ്സിലേക്കുള്ള അവരുടെ പ്രയാണത്തിന്റെ പുറകിലെ ഒരു കാരണം ഒന്നിലിൽ പിതാവാണ് അല്ലെങ്കിൽ മാതാവാണ്, അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകളാണ്. ഞാൻ ആവർത്തിക്കണില്ല. അല്ലാഹു റബ്ബുൽ സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ജീവിതത്തിലേക്ക് സമാധാനത്തിൻ്റെ മാർഗമായി പഠിപ്പിക്കപ്പെട്ട ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ മുറുകെ പിടിക്കണം. ഹറാമുകൾ ഉപേക്ഷിക്കുക എന്നതും ജീവിതത്തിന് സ്വസ്ഥത പ്രദാനം ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കാം. രോഗങ്ങളും അസ്വസ്ഥതകളും മാത്രമേ നമുക്ക് തിന്മയിലൂടെ ലഭിക്കുള്ളൂ. പ്രിയമുള്ളവരെ, രോഗങ്ങളും അസ്വസ്ഥതകളും മാത്രമേ തിന്മയിലൂടെ ലഭിക്കുകയുള്ളൂ. ലഹരിയിലൂടെ ലഭിക്കുന്നതാണ്. പലിശ എന്ന് പറയുന്ന തോന്നിവാസത്തിലൂടെയും ലഭിക്കുന്നതാണ്. വ്യഭിചാരം എന്ന് പറയുന്ന അത് ഏതൊക്കെ പേരിട്ട് വിളിച്ചാലും അതിലൂടെയും ലഭിക്കുന്നതാണ്. നോക്കൂ, നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഖംർ എന്ന് പറയുന്ന, മദ്യം എന്ന് പറയുന്ന, ലഹരി എന്ന് പറയുന്ന ഒരു വിഷയം മാത്രം എടുത്താൽ വിശുദ്ധ ഖുർആനിലും ഹദീസിലും നൽകുന്ന പ്രയോഗം ഖംർ എന്നാണ്. മറക്കുക, മൂടുക എന്നതൊക്കെയാണ് ഖംർ എന്ന പദത്തിന്റെ ആശയം. എന്നാൽ ബുദ്ധിയെ ലഹരിയാൽ മറക്കുന്നതെല്ലാം ഖംറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കുല്ലു മുസ്കിരിൻ ഖംറുൻ വ കുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും മദ്യമാകുന്നു, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമുമാകുന്നു. ചില ആളുകൾ സാധാരണ പറയാറുണ്ട് മദ്യം എല്ലാ അസുഖങ്ങൾക്കും അല്ലെങ്കിൽ പല അസുഖങ്ങൾക്കുള്ള മരുന്നാണ് എന്ന് പറയുന്ന ആളുകളെ കാണാം. അത്തരം മെസ്സേജസുകൾ കാണാം, വാട്സപ്പ് ന്യൂസുകൾ കാണാം. അങ്ങനെ ന്യായീകരിക്കുന്നവരുണ്ട്. എന്നാൽ മദ്യം ഒരിക്കലും ഒരു രോഗശമനയല്ല. അത് ഉപയോഗിച്ചൊരിക്കലും ചികിത്സിക്കാൻ പാടില്ല. ലഹരി ഒന്നും തന്നെ രോഗശമനത്തിന്റെ മാർഗങ്ങളല്ല. അത് പൊടിയായാലും പുകയായാലും തൊട്ടുകൂട്ടുന്നതായാലും വലിച്ചു കയറ്റുന്നതായാലും ഇഞ്ചക്ഷൻ ആയാലും കുടിക്കുന്നതായാലും പാനീയത്തിന്റെ രൂപത്തിലായാലും എല്ലാം ഹറാമാണ്, എല്ലാം ഹറാമാണ്. ഒരിക്കൽ ഒരാൾ ചോദിച്ചു ഖംറിനെ പറ്റി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അദ്ദേഹത്തോട് ഫനഹാഹു അൻ, മദ്യത്തെ വിരോധിച്ചു. ഫഖാല, അപ്പോൾ അയാൾ പറഞ്ഞു ഇന്നമാ അസ്നഉഹാ ലിദ്ദവാ, ഞാൻ മരുന്നിന് വേണ്ടി മാത്രം അത് ഉണ്ടാക്കുന്നു. എന്ത് രസമുള്ള വാദാന്നറിയോ? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരാൾ പറഞ്ഞ വാക്കാണ്, ഞാൻ മരുന്നിന് വേണ്ടിയിട്ടാണ്. ഇതേ വാദം ഈ അടുത്ത കാലത്ത് ട്രെയിനിലിരുന്നിട്ട് ഒരാൾ ന്യായീകരിക്കണം ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട്. അപ്പോൾ അതിൻ്റെ സയന്റിഫിക്കലായിട്ടൊക്കെ പ്രൂവ് ചെയ്യാൻ നോക്കി. ഞാൻ പറഞ്ഞു നിങ്ങൾ വല്ലാതെ കയറണ്ട, നിങ്ങൾ കുടിച്ചോളി. ഒരു സയന്റിഫിക്കലായിട്ട് പ്രൂവ് ചെയ്യാൻ നിൽക്കണം. എന്നും ഒരു നിശ്ചിത അളവിൽ കുടിച്ചാൽ കവളിന് തുടുക്കുണ്ടാകും, ശാരീരികമായ മെച്ചമുണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ ന്യായീകരിക്കാണ്.
സുബ്ഹാനക യാ അലീം, യാതൊരു ഖൈറുമില്ല. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി പറഞ്ഞു, ഇന്നഹാ ദാഉൻ വലൈസത് ബിദവാ, നിശ്ചയം അതൊരു രോഗമാണ്, ഒരിക്കലും അത് രോഗശമനിയല്ല. ലഹരി എന്ന് പറയുന്നത് രോഗമാണ്. ചില ആൾക്കാർ പറയും അല്പമൊക്കെ കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, അങ്ങനെ പറയുന്ന ആൾക്കാർ കുറേ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ കുടിക്കുന്ന പാനീയത്തിൽ മദ്യത്തിന്റെ അളവ്, ലഹരിയുടെ അളവ് കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും അത് ഹറാമാണ്. മാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നത് എന്തോ അത് കുറച്ചാണെങ്കിലും ഹറാമാണ്. നല്ലോണം ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലെ പെട്ടിക്കടകളിൽ പോലും സുലഭമാകുന്ന രീതിയിലേക്ക് കാലഘട്ടം മാറിയിട്ടുണ്ട്. സ്കൂളിന്റെ മുന്നിലും അല്ലാതെയൊക്കെ പരിചയമില്ലാത്ത ബൈക്കുകാരും വണ്ടിക്കാരും ഒക്കെ സപ്ലൈ ചെയ്യുന്ന, ഒരു പരസ്യമായി പോലും സപ്ലൈ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാര്യം എത്തിയിട്ടുണ്ട്. എത്രത്തോളം വെച്ചാൽ ഒരു ഫർക്ക്, ലഹരി ഉണ്ടാക്കുന്നത് ഒരു കൈക്കൂമ്പിളിലാണെങ്കിൽ പോലും ഹറാമാന്ന് നബി പറഞ്ഞു. ഫർക്ക് എന്ന് പറഞ്ഞാൽ അറബികൾ ഉപയോഗിക്കുന്ന പഴയ അളവുകോലാണ്. അറബി ഭാഷ അറിയണ മാഷന്മാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അറിയാൻ പറ്റും. ഫർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 3 സാഴാണ് അതിൻ്റെ അളവ് എന്ന് പറയാം. നമ്മുടെ നാട്ടിലത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 10-16 ലിറ്റർ ഏകദേശം. ചെറിയ വ്യത്യാസങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസത്തിന്റെ ആവശ്യത്തിലൊക്കെ. ആ ഒരു ഫർക്ക് മാത്രം ഒരു നമ്മൾ പറയില്ല, കന്നാസ് കള്ളു കുടിച്ചാലേ പ്രശ്നമുള്ളൂ, ഒരു കുപ്പി കുടിച്ചാൽ പ്രശ്നമില്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇല്ല. എത്ര കുറച്ചാണെങ്കിലും ലഹരി ഹറാമാണ്, ലഹരി ഹറാമാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം. ഇനി അത് മാത്രമല്ല പറയുള്ളവരെ, ഭക്ഷണവും അങ്ങനെ ചിലതൊക്കെ ഉണ്ട്. ഭക്ഷണം, പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ ഏർപ്പാടും തെറ്റാണ്. ഒരു ന്യായീകരണത്തിനും വകുപ്പില്ല. പലിശ ഹറാമാണ്, എല്ലാ കാലത്തും പലിശ ഹറാമാണ്. ജാഹിലിയത്തിലെ പലിശയെ കുറിച്ച് പഠിപ്പിക്കുന്നത് നിങ്ങൾ പരിശോധിച്ച് നോക്കണ്ടി. റിബൽ ഫള്, റിബൻ നസിഅ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പലിശയുടെ ആധുനിക രൂപങ്ങളാണ് തലതിരിഞ്ഞ് എക്കണോമിയുടെ അല്ലെങ്കിൽ എന്താ പറയുക കണക്കിന്റെ പ്രത്യേകമായ ഒരു കൂട്ടിക്കിഴിക്കലിലൂടെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ. നമ്മൾ നേരെ പറയുന്ന തവണ വ്യവസ്ഥകളൊക്കെ ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് ഇപ്പൊ EMI എന്ന് പറഞ്ഞിട്ട് കുറെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. ചില ആൾക്കാർ പറയും EMIക്ക് എന്താ കുഴപ്പം, പലിശ ഒന്നും വരുന്നില്ലല്ലോ, അവരെന്നെ പറയുന്നില്ലോ 0% അല്ലേ. പക്ഷെ നമ്മളൊരു സാധനം അവിടെ പൂരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് എന്താ അറിയോ, അടവ് തെറ്റിയാൽ പിന്നീട് ഈടാക്കുന്ന തുക അതിന്റെ കൂടെ കുറച്ചധികം ഉണ്ട്, അത് പലിശയാണ്. കഴിഞ്ഞില്ലേ? കരാർ പത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് സാധനം വാങ്ങണം. മൊബൈല്, വീട്ടു സാധനങ്ങൾ, എന്തെല്ലാം അറിയാം. എനിക്കിത് ആദ്യം മനസ്സിലായത് എപ്പോഴറിയോ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യം മനസ്സിലായത് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഈ കറണ്ട് ബില്ലുണ്ടല്ലോ, കറണ്ട് ബില്ല് ഇപ്പൊക്കെ വരെ വീട്ടിൽ ചെറിയ ബില്ലായിട്ടാണ്. പണ്ട് കറണ്ട് ബില്ല് ഒന്ന് വലിയൊരു പേപ്പറായിരുന്നു, 2 പേജ് ഉണ്ടാവും, 2 പുറമായിട്ട്. ഈ 2 പേജിലൊരു പേപ്പർ വന്നിട്ട് അതിങ്ങനെ അടക്കാൻ വേണ്ടിയിട്ട് ഒരു കടന്റെ മുന്നിൽ ചെന്നു. ആ ക്ഷമിക്കണം, അന്ന് ബില്ല് നമ്മളിപ്പോഴത്തെ അക്ഷയയിലോ അല്ലെ നമ്മുടെ ഫോണിൽ ചെയ്യുക. ആ കാലത്ത് അവിടെ പോയി ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അപ്പൊ ക്യൂ നിൽക്കണ ഇടക്ക് വെറുതെ ഇങ്ങനെ വായിച്ചു നോക്കിയതാണ്. അപ്പൊ വായിച്ചു നോക്കുമ്പോൾ പഴയ ബില്ലുണ്ടെങ്കിൽ മനസ്സിലാവും, 5ാമത്തെ 6ാമത്തെ ലൈനിൽ കാണാം അധികമായി. അത് നിശ്ചയിക്കപ്പെട്ട തീയതി കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു തീയതി ഉണ്ട്, ഡിസ്കണക്ട് തീയതി. അപ്പൊ നിശ്ചയിക്കപ്പെട്ട തീയതി മുതൽ ഡിസ്കണക്ഷൻ വരെയുള്ള തീയതിയിൽ ഈടാക്കുന്ന 1 രൂപയാണോ 2 രൂപ എന്നുള്ളതല്ല, ആ രൂപ പലിശ ഇനത്തിലുള്ളതാകുന്നു. ആകിലഹു വമൂകിലഹു വകാതിബഹു വശാഹിദഹു സവാ. തിന്ന, തീറ്റിക്ക, സാക്ഷി നിൽക്ക, എല്ലാം ഒരുപോലെയാണ്. നമ്മളറിയാതെ പലിശ ജീവിതത്തിലേക്ക് വരുന്ന കുറെ മേഖലയാണ്. അതുകൊണ്ടാണ് നബി പറഞ്ഞു, കുല്ലു ജസദിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമാണെന്നറിഞ്ഞിട്ടും ഒരു നിഷിദ്ധമായ സമ്പത്ത് കൊണ്ട് തിന്നുന്നവൻ, അവൻ തന്റെ ശരീരത്തിൽ തിന്ന് നടക്കണല്ലോ, അവന്റെ ശരീരം, വളർന്നു വരുന്ന ശരീരം, അതിന് അർഹതപ്പെട്ടത് നരകമാകുന്നു എന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളെല്ലാ കാര്യവും തിരിച്ചു പിടിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ സാമ്പത്തിക രംഗവും ഈ പലിശാധിഷ്ഠിത വ്യവസ്ഥിതിയിൽ നിന്ന് തിരിച്ചു പിടിക്കണം. ഒരു ന്യായീകരണവും അതിന് സൂട്ടാവില്ല. ഒരു ന്യായീകരണം കൊണ്ടും രക്ഷപ്പെടാൻ പറ്റൂല. കച്ചവടത്തിന്റെ പേരിൽ, കൃഷിയുടെ പേരിൽ, പല ഇടപാടുകളുടെ പേരിൽ ഒക്കെ ആളുകൾ ഇന്ന് കുടുങ്ങിക്കിടക്കണം. തല കൊണ്ടേ പണം വെച്ചിക്കാണ്. വിവാഹത്തിന്റെ പേരിലൊക്കെ വീട് കൊണ്ടുപോയിട്ട് ആധാരം കൊണ്ടുപോയി പണം വെച്ചിക്കാണ്. ആള് നല്ല ആദർശ ശുദ്ധിയുള്ളതാണ്, തൗഹീദുള്ളതാണ്. ഞാൻ എപ്പോഴും ആലോചിക്കും, അല്ലാഹുവേ, ശിർക്ക് എന്ന് പറയുന്ന മഹാപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞ ഈ ആളുകൾക്ക് എന്തുകൊണ്ട്? ശിർക്കിന്റെ നേരെ താഴെയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല, മഹാനായ മാലിക് ബിൻ അനസ് റഹിമഹുല്ലാ, 4 അഇമ്മത്തുകൾ ഒരാൾ, അദ്ദേഹം പറഞ്ഞു, 2ാമത്തെ തിന്മ, സബഉൽ മുബിഖാത്തിൽ 2ാമത്തെ തിന്മയായി അനസ് ബിൻ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി എണ്ണിയത് പലിശയാണ്.
അത്ര ഗൗരവമുണ്ടതിന്. സബോൽ മുബീഖാത്തിൽപ്പെട്ട പാപാണ്, വലിയ ഗൗരവമുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ ഇത്തരം ഹറാമായ സമ്പത്തുകളെ തൊടാതിരിക്കുക, ജീവിതത്തെ ഹലാലും തൊയ്യവുമായ സമ്പത്തിലൂടെ വളർത്തിയെടുക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒറ്റ കാര്യം എന്തെന്നറിയോ? ഹലാലായ സമ്പത്ത് കൊടുത്താൽ മാത്രം മതി നമ്മളെ മക്കൾക്ക്. വേറെങ്ങളൊന്നും ചിലപ്പോൾ കൊടുക്കേണ്ടി വരില്ല, എന്നാൽ തന്നെ മക്കൾ നന്നാവും. തർബിയത്തിന്റെ പോലും ആവശ്യം ഉണ്ടാവില്ല ചിലപ്പോൾ. ഇൻഷാ അല്ലാഹ് നേരെ വളർത്തുന്ന പോലെ വളർന്നു പോയിക്കോട്ടെ. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് ഹലാലാണെങ്കിൽ, ഹറാമല്ലെങ്കിൽ ആ മക്കൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഒരു തർബിയത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖിനാലെ മക്കൾ സാലിഹീങ്ങളാകും. എന്നാൽ നിങ്ങൾ ഏത് അറബി കോളേജിലും ഏത് ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടാക്കിയാലും കൊടുക്കുന്നത് ഹലാലല്ലെങ്കിൽ ഒരു പക്ഷേ അള്ളാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ, നമ്മൾ പരീക്ഷിക്കപ്പെട്ടേക്കാം. ഞാൻ അവസാനിപ്പിക്കാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നമ്മൾ കൊണ്ടുവരണം. കിതാബും സുന്നത്തും അനുസരിച്ചൊരു ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം. അങ്ങനെ ക്രമീകരിച്ചാൽ അള്ളാഹുവിൻ്റെ ദീൻ എത്ര കണ്ട് ജീവിതത്തിലേക്ക് വരുന്നോ അത്ര കണ്ട് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവും. എത്ര കണ്ട് ദീനിൽ നിന്ന് അകലുന്നുവോ അത്ര കണ്ട് അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മൾ പുറകെ കൂടും. പരീക്ഷണങ്ങൾ കൊണ്ട് നമ്മൾ വീർപ്പുപെട്ടു. അതിനാൽ അള്ളാഹുവിൻ്റെ ദീനാണ് എൻ്റെ രണ്ട് ലോകത്തിൻ്റെയും രക്ഷ, മനസ്സമാധാനം എന്ന് മനസ്സിലാക്കി അതിലേക്ക് മടങ്ങി വരിക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു തആല പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ശാരീരിക, മാനസിക, സാമ്പത്തിക വിഷമതകളിൽ നിന്നും അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ ആപത്തിൽ നിന്ന് അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എവിടെ മരിച്ചാലും ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ നീ നേരെ നിൽക്കുക എന്ന് അള്ളാഹ് പറഞ്ഞതുപോലെ ആ മൻഹജുൽ വസത്ത്, ആ മധ്യമ മാർഗത്തിൽ, ശരിയായ സലഫിയത്തിൽ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, ആട്ടിയോടിക്കപ്പെടുന്ന നിരാലംബരും നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിമ, വിശിഷ്യ ഫലസ്തീൻ, അള്ളാഹുർക്ക് സമാധാനം ചൊരിയുമാറാവട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് ഈ നാട്ടിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹിൻ്റെ ഈ മണ്ണിൽ അള്ളാഹിൻ്റെ ദീനെ പഠിക്കാനും പകർത്താനും പ്രബോധനം ചെയ്യാനുമുള്ള ഒരു തൗഫീഖ്, അത്തരം ഒരു വളക്കൂറുള്ള മണ്ണാക്കി അള്ളാഹു ഈ മണ്ണിനെ നിലനിർത്തി തരുമാറാവട്ടെ. 300-400 വർഷങ്ങൾക്ക് മുമ്പ് മസ്ജിദുൽ ഹറമിൽ, പ്രത്യേകിച്ച് ഹിജാസിൽ നിന്നൊക്കെ ആളുകൾ ഇന്ത്യയിലേക്ക് ഹദീസ് പഠിക്കാൻ കടന്നു വന്നിരുന്നൊരു കാലഘട്ടം പ്രമാണങ്ങൾ പണ്ഡിതന്മാർ എഴുതി വെച്ച് കാണാം കിതാബുകളിലൊക്കെ. അത്തരമൊരു സാഹചര്യത്തിലേക്ക് അള്ളാഹു ഈ മണ്ണിനെ വീണ്ടും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ നമ്മളൊക്കെ നടത്തേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്, കഫാറത്തുൽ മജ്ലിസ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.